السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങൾ, നബിദിനാഘോഷം ഇസ്ലാമികമോ എന്ന തലക്കെട്ടിൽ ഒരു വിശദീകരണ പരിപാടി ഇവിടെ നടക്കുകയാണ്. പോസ്റ്ററിൽ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും സംശയങ്ങൾ ദൂരീകരിക്കുവാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇവിടെ കേട്ട വിഷയാവതരണം എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യതയാണ്. ആ സ്നേഹം ഇല്ലാത്തിടത്തോളം കാലം ഒരാൾ മുസ്ലിം ആവുകയില്ല. ആ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മതം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചയച്ചത്. ആ പ്രവാചകനെ ഇത്തിബാ ചെയ്ത് അനുധാവനം ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനം നമ്മൾ നിർവഹിക്കേണ്ടത്. അതിനു വിരുദ്ധമായി മതത്തിൽ തന്നിഷ്ടപ്രകാരം പുതുതായി കടത്തിക്കൂട്ടുന്നതെല്ലാം നരകത്തിലേക്കുള്ള വഴിയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയത് 1000 തവണയെങ്കിലും തന്റെ പ്രസംഗങ്ങളിലൂടെ സൂചിപ്പിച്ചു എന്നും നാം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ റബീഉൽ അവൽ മാസം വന്നു കഴിഞ്ഞാൽ റബീഉൽ അവലിന്റെ മുമ്പ് തന്നെ സഫർ മാസത്തിൽ തന്നെ പല ആളുകളും അതിനുവേണ്ടി ഒരുങ്ങുകയും തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. അതിന് ഇസ്ലാമിൽ യാതൊരു ന്യായവും തെളിവുമില്ല. അത് പൂർണ്ണമായും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയിട്ടുള്ള പുത്തനാചാരമാണ്. ഉണ്ട് എന്ന് പറയുന്നവർ ഉന്നയിക്കുന്ന ദുർബലമായ ചില തെളിവുകളുടെ നിജസ്ഥിതിയും വിഷയാവതരണത്തിൽ ബഹുമാനായ ഫളുൽ ഹഖ് ഉമരി നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി ഉള്ള ഏകദേശം 1 മണിക്കൂർ സമയം നമുക്കുള്ള ചർച്ച വിഷയത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംശയങ്ങൾ ഉന്നയിക്കുവാനുള്ള അവസരമാണ്. ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മുന്നിൽ കസേര തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് കടന്നു വന്നിരിക്കുകയും മൈക്കിലൂടെ തങ്ങളെ പരിചയപ്പെടുത്തി വളരെ ഹ്രസ്വമായ രൂപത്തിൽ വിഷയത്തിൽ അധിഷ്ഠിതമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ചോദ്യകർത്താക്കളുടെ വിഷയത്തിലില്ല. ഒരാൾക്ക് 1 ചോദ്യമെന്നോ അരച്ചോദ്യമെന്നോ 1.5 ചോദ്യമെന്നോ എന്ന രൂപത്തിലുള്ള യാതൊരു നിയന്ത്രണവുമില്ല. ഇവിടെ വന്ന ആളുകളിൽ സംശയമുള്ള ആളുകൾക്ക് നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സംശയങ്ങൾ ദൂരീകരിക്കുവാനുള്ള അവസരമുണ്ട്. ചോദ്യകർത്താക്കളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ ആളുകൾക്കും അവസരം കൊടുക്കണം. കിട്ടുന്ന അവസരം അനാവശ്യമായി ദുർവിനിയോഗിച്ച് സമയം നഷ്ടപ്പെടുത്തി കളയരുത്. പരമാവധി ഹ്രസ്വമായ വാക്കുകളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുക, സംശയങ്ങൾ ഉന്നയിക്കുക. മൈക്ക് തങ്ങളുടെ കയ്യിൽ കിട്ടി എന്നതിന്റെ പേരിൽ ഒരു മൈതാന പ്രസംഗത്തിന് മുതിരുകയാണെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടി വരുമെന്നുകൂടി ആമുഖമായി വളരെ ഗുണകാംക്ഷയോടുകൂടി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഇതൊരു മത്സര പരിപാടിയല്ല. പരസ്പരം ജയിക്കാനും തോൽക്കാനുമുള്ള ഒരു പരിപാടിയല്ല. ദീനിന്റെ വ്യാപനത്തിനു വേണ്ടി തെളിവിന്റെയും ലക്ഷ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ വളരെ ഗുണകാംക്ഷയോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു വേദി എന്നുള്ള നിലക്ക് തന്നെ ഈ ഒരു ദീനീ വേദിയുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിമീങ്ങളാണ് എന്നുള്ള ഒരു ഔന്നിത്യബോധത്തോടുകൂടി നമ്മൾ പരസ്പരം കാണിക്കേണ്ട സ്നേഹബന്ധവും സൗഹൃദവും നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി അവസാനിക്കുന്നത് വരെ ഇത് തുടരുവാൻ എന്നുകൂടി നമ്മൾ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും തെളിവിന്റെയും ന്യായത്തിന്റെയും ലക്ഷ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട്
നാളെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ജന്നത്തുൽ ഫിർദൗസിൽ ഇടം കിട്ടുവാനും നമ്മെ എല്ലാവരെയും റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നാമത്തെ ചോദ്യകർത്താവിനുള്ള അവസരം നൽകുകയാണ്. മൈക്ക് കൊടുക്കുക. പ്രിയമുള്ളവരെ, എന്റെ പേര് അബ്ദുറഹ്മാൻ. ഞാൻ ഇവിടെ ഒരു ഓട്ടോ ഡ്രൈവറാണ്. പക്ഷേ ഞാൻ എന്റെ സംശയം തീർക്കാൻ വേണ്ടി, പൊതുജനങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടി, ഞാൻ എന്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ഡ്രൈവറാണ്, എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന പത്തപ്പിരിയം മജീദ് സാഹിബിനെ ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോ എന്റെ സംശയം എന്നല്ല, ഞങ്ങളുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ സംശയവും വിനീതൻ ചോദിക്കും. അദ്ദേഹത്തിന് ഇവിടെ ഒരു ചോദ്യം ഉപചോദ്യം എന്നല്ല, ഒരു ചോദ്യം അതിന്റെ ഉത്തരം, പിന്നെയും ചോദ്യം, സംശയം തീരുവോളം ചോദ്യം തീർക്കാൻ. സഹോദരൻ അബ്ദുറഹ്മാന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. അങ്ങനല്ല, നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ സാഹിബിന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വേറെ ആളുകളുണ്ട്, അവർ ചോദിച്ചോട്ടെ. അബ്ദുറഹ്മാൻ സാഹിബ്, ഇത് നമ്മൾ നടത്തുന്ന പരിപാടിയല്ലേ, നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മുടെ സഹോദരൻ പത്തപ്പിരിയം അബ്ദുൽ മജീദ് നിരവധി മുഖാമുഖങ്ങളിൽ വന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് വേണ്ടി പുഴക്കാട്ടിയിൽ പ്രത്യേകമായി അവസരം കൊടുക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ നാട്ടുകാരെന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ തുറന്ന അവസരമാണ്. ഇവിടെ വത്തപ്പുരിയം അബ്ദുൽ മജീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ഓട്ടോ ഡ്രൈവർ അല്ലാതെ ഒരുപാട് പണ്ഡിതന്മാരും അതേപോലെ തന്നെ മുസ്ലിയാക്കന്മാരും ഈ സദസ്സിൽ ഒത്തുകൂടിയിട്ടുണ്ടല്ലോ. എന്തിനാണ് ഒരു വെറും ഓട്ടോ ഡ്രൈവറായ ഒരു അബ്ദുൽ മജീദിനെ മാത്രം ഏൽപ്പിക്കുന്നത്? നമുക്ക് ഒരു പരിപാടി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏത് നിലക്കുമുള്ള സഹകരണമാണ് ആവശ്യം. ഈ നാട്ടിലുള്ള ഏത് സഹോദരങ്ങൾക്കും തങ്ങളുടെ ചോദ്യം ചോദിക്കാം. നിക്ഷിപ്ത താല്പര്യങ്ങളുമായി കടന്നു വരുന്ന അബ്ദുൽ മജീദിനെ പോലുള്ള ആളുകളെ ഇത്തരം പരിപാടിയിൽ അവസരം നൽകിക്കൊണ്ട് ഇതിന്റെ അന്തസത്ത കളഞ്ഞു കുളിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ആദ്യം തന്നെ വ്യക്തമാക്കുകയാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഇതിനു മുമ്പ് ചങ്ങരകുളത്തും അബ്ദുൽ മജീദിനോട് ഞങ്ങൾ പറഞ്ഞതാണ്. ആ രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു ദഅവാ പരിപാടിയെ നശിപ്പിക്കുവാനോ ഇതിന്റെ അന്തസത്ത ചോർത്തിക്കളയുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തുവാനോ മുജാഹിദുകൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല. എന്നാൽ ഈ നാട്ടിലുള്ള അതേപോലെ തന്നെ സത്യം അറിയണം, മനസ്സിലാക്കണം എന്ന ഗുണകാംക്ഷയോടുകൂടി ആര് കടന്നു വന്നാലും അവർക്ക് ഞങ്ങൾ നിർലോഭം അവസരം നൽകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചോദ്യമെന്നോ അരച്ചോദ്യമെന്നോ ഒന്നര ചോദ്യമെന്നോ എന്ന യാതൊരു നിബന്ധനയുമില്ല. നേരെ മറിച്ച് സ്വാർത്ഥ താല്പര്യത്തോടുകൂടി, നിക്ഷിപ്ത താല്പര്യത്തോടുകൂടി കടന്നു വരുന്ന പത്തപ്പിരിയം അബ്ദുൽ മജീദിനെ ഇവിടെ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് വളരെ കൃത്യമായി അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള ഒരു കാരണമുണ്ട്. പുഴക്കാട്ടിയിൽ ഇത്ര പല സമയത്തും ഖണ്ഡന പ്രസംഗങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ ദീന് മനസ്സിലാക്കിയത് ഒരു വാടകയ്ക്ക് ഒരു വിലക്കെടുക്കുന്ന ഒരു മജീദിന് മാത്രമാണോ, അതോ ഈ നാട്ടിൽ ദീൻ അറിയുന്ന ഒരാളുമില്ലേ? അവർ ജീവിക്കുന്നു, അവർ ആഘോഷിക്കുന്നു, അവർ കൊണ്ടാടുന്ന മൗലൂദ് സത്യമാണ് എന്ന് അറിയാൻ ഒരു മജീദ്, ഒരു വാടകയ്ക്ക് എടുക്കുന്ന ഒരു പൈസക്ക് കണക്കാക്കി വരുന്ന ഒരു മജീദ് തന്നെ മതിയോ? അതാണ് എനിക്ക് സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരന്മാരെ, വളരെ വിശദമായി തന്നെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക മാനം ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഏകദേശം 2 ഡസനിലധികം മുസ്ലിയാക്കന്മാർ ഈ സദസ്സിലുണ്ട്. അവരൊക്കെ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓരോരുത്തർക്ക് വരാം, അവർക്ക് ചോദ്യം ഉന്നയിക്കാം. ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളിൽ ദീനിയായി തെറ്റുണ്ടെങ്കിൽ അത് കൃത്യമായി കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് അത് തിരുത്താൻ സന്മനസ്സുള്ള ആളുകളാണ് ഈ വേദിരിക്കുന്ന ഞങ്ങളെല്ലാവരും.
ഒരു മുൻധാരണയും ആ വിഷയത്തിലില്ല. നേരെ മറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ ഒരാൾ അയാളുടെ സ്ഥിരം ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൂലി വാങ്ങണ പോലെ തന്നെ ചോദ്യം ചോദിക്കാനും കൂലി വാങ്ങാനുള്ള ഏർപ്പാട് അത് ശരിയല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഓട്ടോ ഓടിച്ചാൽ എത്ര കിലോമീറ്റർ പോയി എത്ര റുപ്യ കണക്കുണ്ടാവും എന്ന പോലെ ഒരു ചോദ്യം ചോദിച്ചെത്ര, രണ്ടാമത് ഉപചോദ്യം ചോദിച്ചെത്ര എന്ന് പറഞ്ഞ് അതിന് പൈസ വാങ്ങിയിട്ട് അങ്ങനെ പോണ ഒരു ചങ്ങാതിനല്ല നമുക്ക് ആവശ്യം. ഇനി മജീദിന് ആവശ്യം ഉണ്ടെങ്കിൽ പത്തപ്പിലേക്ക് പോയി ഈ ഉള്ള ഞാനടക്കമുള്ളവർ മുഖാമുഖം നടത്തിയിട്ടുണ്ട്, അവിടെ മജീദ് ചോദിച്ചിട്ടില്ല. അവനാണ് നാട്ടിൽ നടത്തിയപ്പോൾ ചോദിക്കാൻ വന്നിട്ടില്ല. ഇനി സ്വന്തം നാട്ടിലെ പ്രയാസാല തൊട്ടടുത്ത അങ്ങാടി എടവണ്ണ ബസ് സ്റ്റാൻഡിൽ വെച്ച് മുഖാമുഖം നടത്തിയിട്ടുണ്ട്, അവിടെയും മജീദ് വന്നിട്ടില്ല. ഇനി മജീദ് ജനിച്ച നാട് ഒതുക്കുങ്ങലാണ്, അവിടെ പോയി നടത്തിയിട്ടുണ്ട്, അവിടെയും ഒരു ആ നിലക്ക് വരാൻ തയ്യാറായിട്ടില്ല. പിന്നെ നാട്ടിലെവിടെ നടക്കുക, എവിടെയൊക്കെ പോയിട്ട് അവിടെ ചോദിച്ച് ആ പരിപാടിക്ക് അടുക്കുക ആ നാട്ടുകാരിൽ ഇവനെ പറ്റി അവനാ നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടുകാരിക്കറിയാം ഇവൻ എന്താ സാധനം. ഓൻ പണ്ട് അപ്പോളിസ്റ്റർ ചെയ്യുന്നു, പിന്നെ മരക്കച്ചവടം ചെയ്യുന്നു, ഇപ്പൊ ഓട്ടോറിക്ഷക്കാരപ്പം മുതപ്പ് കഴിക്കാൻ. അപ്പൊ എന്തായിക്കോട്ടെ, ഏതാണ്ട് നമ്മൾ ഓനെ ആക്ഷേപിക്കല്ല. ഈ നാട്ടിൽ കുറെ ഓട്ടോറിക്ഷക്കാരുണ്ടല്ലോ, ഇവിടെ ചോദിച്ചോട്ടെ. അതിനേക്കാൾ അപ്പുറത്ത് ഈ നാട്ടുകാരെ മുസ്ലിയാക്കന്മാർ അവരാണ് ചോദിക്കേണ്ടത്. മുസ്ലിയാക്കന്മാർ പോയല്ലേ, നിങ്ങൾ വരി, മുസ്ലിയാക്കന്മാരൊക്കെ വരട്ടെ. എന്നിട്ട് ഈ നാട്ടിൽ ഒരുപാട് മുസ്ലിയാക്കന്മാരുടെ നാട്, അവരൊക്കെ വരട്ടെ. ഇവിടെ വേദിയുണ്ട്, ഓരോരുത്തർ വന്ന് അവർക്ക് ചോദിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയന്ത്രണവുമില്ല. ഒരു ചോദ്യം, 2 ചോദ്യം, 5 ചോദ്യം, 10 ചോദ്യം ആയിക്കോട്ടെ, അവർ ചോദിക്കട്ടെ. അത് കഴിഞ്ഞ് അടുത്താൾക്ക് വരാം, അയാൾക്ക് ചോദിക്കാം. അങ്ങനെ ഈ വിഷയത്തിൽ കൃത്യമായ തെളിവുണ്ട് എന്ന് സ്ഥാപിതമാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ മാസം പിറക്കുന്നേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചാഘോഷിക്കാം, ഒരു സംശയമില്ല. അതല്ല ഈ പറഞ്ഞ പോലെ ബിദ്അത്ത് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടാലോ നമുക്ക് എല്ലാവർക്കും അത് അവസാനിപ്പിക്കുകയും ചെയ്യാം. അത് മാത്രമേ ലക്ഷ്യം വെക്കുന്നുള്ളൂ. അതുകൊണ്ട് മജീദിന് ചാൻസ് ഇല്ല. ഇനി ഇവിടെ എന്നല്ല, ഇനി ഇവിടെ അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിബിദിന വിഷയത്തിൽ 1ാമത്തെ മുഖാമുഖം ഇന്ന് 8 മുഖാമുഖം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ അങ്ങോട്ട്. ആ 8നും മജീദ് വരേണ്ടതില്ല. വന്നാൽ ആ വണ്ടിക്കാശ് പോകുന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവൂല എന്ന് കൂടി ഇപ്പൊ തന്നെ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ചോദിച്ചോട്ടെ. അവിടെ അടുത്ത് അത് വിട്ടോളി. ചോദ്യകർത്തകൾ എവിടെ മുസ്ലിയാക്കന്മാരൊക്കെ പോയോ? പോലെ പോകാതിക്കതി ആകെ പ്രതീക്ഷ പോലെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സമസ്ത മുസ്ലിയാക്കന്മാർ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നബിദിനാഘോഷത്തിന് തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ അവർ കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് യൂനുസിലെയും അതുപോലെ തന്നെ യൂസഫിലെയും ചില വചനങ്ങൾ അതൊന്ന് വിശദീകരിച്ചാൽ നന്നാകുമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പഠനാർഹമായ ഒരു ചോദ്യമാണ് അൽഹംദുലില്ലാ നമ്മുടെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. നബിദിനാഘോഷം അത് ഇസ്ലാമികമാണ് എന്ന് സമർത്ഥിക്കുന്നതിനു വേണ്ടി പലപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പണ്ഡിത സുഹൃത്തുക്കൾ വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ അതിനുവേണ്ടി തെളിവായി ഉന്നയിക്കാറുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്താണ് മുഖ്യമായും സാധാരണ അവർ ഓതാറുള്ളത്. ഇവിടെ നമ്മൾ ആ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവായിരുന്നുവെങ്കിൽ നമുക്ക് ആദ്യം ആ കാര്യത്തിൽ മാതൃക കാണിച്ചു തരേണ്ടത് ആരാ? ഒരു ആയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ആയത്തിന്റെ അതൊരു വിശ്വാസപരമായ കാര്യമാണ് എങ്കിൽ ആ വിശ്വാസം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു കർമ്മവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ആ കർമ്മം എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടതും കാണിച്ചു തരേണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകനിൽ നിന്ന് ഒരിക്കലും ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു ഹദീസിലും ഇതാ ഈ ആയത്ത് എന്റെ ജന്മദിനം ആഘോഷിക്കുവാനുള്ള തെളിവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്ന് മാത്രവുമല്ല, നേരത്തെ ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിരറ്റ് സ്നേഹിച്ച സ്വഹാബികൾ, ആ സ്വഹാബികൾ വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വചനങ്ങളെ പരിപൂർണമായും ഏറ്റെടുത്ത് ജീവിതത്തിൽ കൊണ്ടു നടത്താൻ അതീവ താല്പര്യമുള്ള, അതിലേക്ക് വമ്പൽ കൊണ്ടിരുന്ന ആളുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം മദീന പള്ളി ഇന്ന് നിലനിൽക്കുന്ന അതിന് സമീപ ഭാഗത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, മാ ബൈന ലാബതയിൽ മദീനത്തി മിനൽ ഹറം,
രണ്ട് കുന്നുകൾ അപ്പുറം ഇപ്പുറം കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകൻ പറയാണ്, ഈ രണ്ട് കുന്നുകൾക്കിടയിലുള്ള സ്ഥലം ഹറം പ്രദേശമാകുന്നു എന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എങ്കിൽ ഈ നിമിഷം മുതൽ അതിന് രണ്ടിനും ഇടയിൽ ഞാൻ ഇനി വേട്ടയാടുകയില്ല, ഒരു മാനിനെ പോലും ഞാൻ വേട്ടയാടുകയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഹറം പ്രദേശം എന്ന് പറഞ്ഞ പവിത്രമാണ്, അവിടെ വേട്ടയാടാൻ പാടില്ല. അപ്പൊ അത് പവിത്രമായ മക്കയെപ്പോലെ, മക്കത്ത് ഹറമുള്ളതുപോലെ മദീനയിലും ഞാനിതാ ഹറം പ്രഖ്യാപിക്കുന്നു എന്നുള്ള വചനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഇനി മുതൽ ഇവിടെയുള്ള ഒരു മാനിനെ പോലും ഞാൻ വേട്ടയാടുകയില്ല എന്ന് ആ പ്രവാചകന്റെ വചനത്തെ മാനിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം എന്താ? പ്രമാണങ്ങളായി കിട്ടുന്ന ആയത്താകട്ടെ ഹദീസാകട്ടെ അത് ജീവിതത്തിൽ പുലർത്താൻ അതീവ കണിശത കാണിക്കുന്ന ആളുകളായിരുന്നു സ്വഹാബിമാർ. ആ സ്വഹാബിമാരുടെ ഖുർആൻ പഠനത്തെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരായത്ത് ഞങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഓതൽ മാത്രമല്ല, അത് മനഃപ്പാടമാക്കൽ മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ശേഷമാണ് ഞങ്ങൾ അടുത്ത ആയത്തിലേക്ക് പോകാറുള്ളത്. അങ്ങനെയാണ് എങ്കിൽ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്ന് തുടങ്ങുന്ന ഇത് അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹിന്റെ അനുഗ്രഹം എന്ന് പറയുന്ന ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സ്വഹാബിയ ജന്മദിനം ആഘോഷിച്ചത്? അതാ കൊണ്ടുവരേണ്ടത്, അതാ തെളിവായി പഠിപ്പിക്കേണ്ടത്. ഏത് സ്വഹാബിയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേകമായ പുണ്യം ആ ദിവസത്തിന് കൽപ്പിച്ചുകൊണ്ട് അന്നൊരു പ്രത്യേകമായ സ്വലാത്ത് ചൊല്ലിയത്? ഇവിടെ പറഞ്ഞല്ലോ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമുള്ള രാവാണ്, അതുകൊണ്ട് തന്നെ നബി ജനിച്ച ദിവസം സുബൈക്ക് മുമ്പൽ മൗലീദ് പാരായണം ചെയ്യൽ പ്രത്യേകം പുണ്യമാണ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് സ്വഹാബിയാണ് ഈ ആയത്ത് ഓതിക്കൊണ്ട് അന്ന് പ്രത്യേകമായ ഒരു ഇബാദത്ത് ചെയ്യൽ, ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അധികം നിർവഹിക്കൽ അത് പ്രത്യേകം പുണ്യമാണ് എന്ന് അവർ ചെയ്തത്? അപ്പൊ കാണാൻ സാധ്യമല്ല. ഒന്ന്, ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനോ സ്വഹാബികളോ അങ്ങനെ ഒന്ന് ഉള്ളതായി പഠിപ്പിക്കുകയോ അവർ മാതൃകയായി ചെയ്തു കാണിക്കുകയോ ചെയ്തിട്ടില്ല. രണ്ടാമത്തേത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്നുള്ള ആ ആയത്തില് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്നാണ്. അപ്പൊ അവിടെ ചില മുഫസ്സിറുകള് ആ റഹ്മത്ത് എന്ന് പറഞ്ഞ ഖുർആനാണെന്ന് വിശദീകരിച്ചു, വേറെ ചില മുഫസ്സിറുകള് അത് പ്രവാചകനാണെന്ന് വിശദീകരിച്ചു, വേറെ ചില മുഫസ്സിറുകള് അത് ഇസ്ലാമാണെന്ന് വിശദീകരിച്ചു. ആ റഹ്മത്ത് കൊണ്ട് അള്ളാഹിന്റെ റഹ്മത്ത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാറ്റിനേക്കാളും നല്ലത് ഈദാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആ ആയത്തിലെ റഹ്മത്ത് ഇസ്ലാമാണെന്ന് അഭിപ്രായമുണ്ട്, ഖുർആനാണെന്ന് അഭിപ്രായമുണ്ട്. ഇനി വേണ്ട, പ്രവാചകം തന്നെയാണെന്ന് വെക്കുക, നിങ്ങൾ ഈ റഹ്മത്ത് കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക, നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു എന്ന് വെക്കുക. എങ്കിലും അവിടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിയോടെ പ്രവാചകൻ ജനിച്ചു, നമ്മൾ സന്തോഷിക്കുന്നുണ്ട്, നമുക്കൊക്കെ സന്തോഷാണ്. ആ പ്രവാചകം ജനിച്ചത് കൊണ്ടാണ് ഇവിടെ തൗഹീദിന്റെ മാർഗം പഠിഞ്ഞത്, ആ പ്രവാചകം ജനിച്ചത് കൊണ്ടാണ് ഈ സുന്നത്തിന്റെ മാർഗം പഠിഞ്ഞത്, ആ പ്രവാചകം ജനിച്ചത് കൊണ്ടാണ് സ്വർഗത്തിന്റെ വഴി പഠിഞ്ഞത്, ആ പ്രവാചകം ജനിച്ചത് കൊണ്ടാണ് നരകത്തിലേക്കുള്ള മാർഗം എന്നതാണെന്ന് പഠിപ്പിക്കപ്പെട്ട് അതിന് മാറി നിൽക്കാൻ സാധിച്ചത്. എല്ലാവർക്കും സന്തോഷം തന്നെയാ. പക്ഷെ അത് ആഘോഷിക്കൂ എന്നിവിടെ സന്തോഷിക്കുന്നല്ലേ, അങ്ങനെ അർത്ഥം വെക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലാണ് എന്നും വെക്കുക. അങ്ങനെ ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് അത് റസൂലാണ് എന്ന്. ആയിക്കോട്ടെ, അവിടെ ആഘോഷിക്കൂ എന്നിവിടെ, അവിടെ മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യൂ എന്നിവിടെ, അവിടെ ശറഫുൽ അനാം പാരായണം ചെയ്യൂ എന്നിവിടെ, അവിടെ മീലാദ് നടത്തൂ എന്നിവിടെ, അവിടെ ആടിനെ അറുക്കൂ എന്നിവിടെ, അവിടെ പോത്തിനെ അറുക്കൂ എന്നിവിടെ, അവിടെ ബിരിയാണി ഉണ്ടാക്കൂ എന്നിവിടെ. അതാ കിട്ടേണ്ടത്, അതാണല്ലോ ആഘോഷം. അപ്പൊ ആഘോഷത്തിന് ഒരിക്കലും ഈ ആയത്ത് തെളിവല്ല. അങ്ങനെ തെളിവായിരുന്നെങ്കിൽ അത് മുൻഗാമികളായ ആളുകൾ ചെയ്യേണ്ടിയിരുന്നു. അവർക്കാർക്കും പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്നുള്ള വാർത്ത കേട്ട് പ്രവാചകന്റെ വീട്ടിലേക്ക് ഓടി വന്ന് നിറഞ്ഞ കണ്ണുകളുമായി പ്രവാചകന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച ആ അബൂബക്കറിന്റെ സ്നേഹം ഈ പോത്തിനർത്ഥത്തിന് നമുക്കുണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്റെ പ്രവാചകൻ മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അവനെ തല ഞാനെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കോപം കൊണ്ട് തുള്ളിച്ചാടിയിരുന്ന, മനസ്സിന്റെ വിഷമം കൊണ്ട് കരഞ്ഞുപോയ ആ ഉമറിന്റെ സ്നേഹം ഇവിടെ പോത്തിനർത്ഥം തിന്നുന്ന ആളുകൾ കൊണ്ടെന്ന് പറയാൻ കഴിയോ? അപ്പൊ തീറ്റയോ അറവോ ഒന്നുമല്ല പ്രവാചക സ്നേഹം. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലും അത് സ്നേഹത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ അന്ന് ഒരു ആടിനെ അവർ അറുക്കേണ്ടിയിരുന്നു. അന്ന് മൃഗങ്ങളില്ലാത്ത കാലഘട്ടമല്ല, ഒട്ടകവും ആടുമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കുതിരയെപ്പോലും അവർ അറുത്തു തിന്നു എന്ന് ഹദീസുകൾ കാണുവാൻ സാധിക്കും. കുതിരയുള്ള കാലഘട്ടമായിരുന്നു. പക്ഷേ അത് ഇബാദത്തല്ലാത്തത് കൊണ്ട്, അതൊരു മതത്തിന്റെ ആചാരമല്ലാത്തത് കൊണ്ട് അവരാരും ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, പ്രവാചകൻ ജനിച്ച ദിവസം ഏതാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി. റബീഉൽ അവ്വൽ 2 അഭിപ്രായമുണ്ട്.
റബീഉൽ അവൽ 10 അഭിപ്രായമുണ്ട്, റബീഉൽ അവൽ 12 അഭിപ്രായമുണ്ട്, റബീഉൽ അവൽ എല്ലാം റമളാനിലാണ് എന്ന് പോലും അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ ലോകത്തുണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് റബീഉൽ അവൽ 8 എന്നാണ്. അപ്പൊ അതിന് ആചരിക്കേണ്ടുന്ന ആഘോഷിക്കുന്ന ദിവസമാണെങ്കിലും ആ ഡേറ്റ് അവിടെ രേഖപ്പെടുത്തപ്പെടൂലേ? അങ്ങനെ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും നമ്മിൽ മരണം വരെ ഉണ്ടായിരിക്കേണ്ടുന്ന ആചാരത്തിന്റെ ഡേറ്റ് ആർക്കും അറിയില്ല, അത് ക്ലിപ്തമല്ല എന്നൊക്കെ പറഞ്ഞ അതിന് മോശം ഇസ്ലാമിലല്ലേ സഹോദരന്മാരെ? അപ്പൊ നമുക്കുള്ള ആഘോഷം അല്ലാതെ ആർക്കും അതിന് എതിർപ്പൊന്നുമില്ല. പക്ഷെ ആഘോഷിക്കൂ എന്ന് വിശുദ്ധ ഖുർആനോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമ്മോട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉപചോദ്യം ചോദിക്കാനുള്ളത്, ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ നബിദിനാഘോഷത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ചില സൂചനകളുണ്ട് എന്ന് ഒരു സംസ്ഥയിലെ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നിജസ്ഥിതി ഒന്ന് വ്യക്തമാക്കിയാൽ വളരെ നന്നാകുമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നാട്ടിൽ പൊതുവെ ഈ വക വിഷയങ്ങൾക്ക് തെളിവില്ലാതാകുമ്പോൾ പിന്നെ പറയുന്ന ചില ന്യായങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ മൗലിദ് ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അത് കൂലി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ. അവിടെ ഇങ്ങോട്ട് പലരെയും കുറിച്ച് ആ നിലയ്ക്ക് പ്രചരിപ്പിക്കാറുണ്ട്. റബീഉൽ അവ്വൽ മാസമൊക്കെ വരുമ്പോൾ അത്തരം ചില പ്രചാരണങ്ങൾ വ്യാപകമായി മുസ്ലിയാക്കന്മാർ അഴിച്ചുവിടുകയും ചെയ്യുന്നു. അതിന്റെ നിജസ്ഥിതി എന്താണ് എന്നാണ് നമ്മുടെ സഹോദരൻ ഉന്നയിച്ചിരിക്കുന്നത്. ശൈഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിർവഹിക്കുന്നുണ്ട്. അതില് ഇവർ സാധാരണ ഉന്നയിക്കുന്ന പരാമർശ വിധേയമായ ഭാഗം വരുന്നത് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഇബ്നു തൈമിയ്യയുടെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിലാണ്. ഇതാണ് ആ ഗ്രന്ഥം, ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം മുഖാലിഫത്തു അസ്ഹാബിൽ ജഹീം. ഇതാണ് കിതാബിന്റെ മുഴുവൻ പേര്. അഥവാ നരകക്കാരായ ആളുകളോട് എതിരാവാനായി സിറാത്തുൽ മുസ്തഖീമിനെ തേടുക എന്നാണ് കിതാബിന്റെ പേര് തന്നെ. അപ്പൊ നരകക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളോട് നമ്മൾ എതിരാവേണ്ടതുണ്ട്, അവരുമായി ഒരു നിൽക്കും സാദൃശ്യപ്പെടാൻ പാടില്ല എന്നു സ്ഥാപിക്കുന്ന ഗ്രന്ഥമാണത്. അതിൽ ജൂത ക്രൈസ്തവര് ബഹുദൈവാരാധകന്മാര് അടക്കമുള്ള ആളുകളുമായി മുസ്ലിമീങ്ങൾ വർത്തിക്കേണ്ട രീതികൾ, അവരുമായി ദീനിയായ വിഷയങ്ങളിൽ, ആചാരങ്ങളിൽ, ആഘോഷങ്ങളിൽ അവരുമായിരിക്കും സാദൃശ്യപ്പെടാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയും എങ്ങനെയൊക്കെയാണ് സാദൃശ്യപ്പെടൽ വരിക, ഏതൊക്കെ വിഷയത്തിലാണ് സാദൃശ്യപ്പെടാൻ പാടില്ലാത്തത്, അവരെ വേഷം സ്വീകരിച്ചാൽ സാദൃശ്യപ്പെടലാകുമോ, അവരെ കൂടെ താമസിച്ചാൽ സാദൃശ്യപ്പെടലാകുമോ തുടങ്ങിയ ചർച്ചകളെല്ലാം അദ്ദേഹം അതിൽ കൊണ്ടുവരുന്നു. ആ കൂട്ടത്തിലാണ് അദ്ദേഹം ആഘോഷങ്ങളുടെ വിഷയം പറഞ്ഞത്. ആഘോഷങ്ങൾ, ഇസ്ലാം നിശ്ചയിച്ച 2 ആഘോഷങ്ങൾ, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും അദ്ദേഹം വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ജൂത ക്രൈസ്തവരുമായി സാദൃശ്യപ്പെട്ടുകൊണ്ട് ആണ് പലപ്പോഴും ആഘോഷങ്ങൾ പലതും കടന്നു വരാറുള്ളത്. ഈ ആഘോഷങ്ങൾ 2 രൂപത്തിൽ അദ്ദേഹം വേർതിരിക്കുന്നു. ഒന്ന് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷം, 2 സമയങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷം. അതിൽ അദ്ദേഹം വീണ്ടും വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇതിൽ 2 തരമുണ്ട്. ഒന്ന് ഇസ്ലാമികമായി സവിശേഷത ഉള്ള സ്ഥലം, പക്ഷേ ആഘോഷമാക്കാൻ പാടില്ല. 2 ഇസ്ലാമികമായി സവിശേഷത ഇല്ലാത്ത സ്ഥലം, ആഘോഷമാക്കാൻ പാടില്ലാത്തത്. ഈ 2 വകുപ്പിലും ആഘോഷങ്ങൾ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. സവിശേഷത ഉള്ള സ്ഥലങ്ങൾ, ഉദാഹരണം അദ്ദേഹം പറഞ്ഞു ഖബറുകൾ, ഖബറുകൾക്ക് സവിശേഷതയുണ്ട്, വിശ്വാസിയുടെ ഖബറിന് സവിശേഷ ഒരു സ്ഥാനമുണ്ട്. പക്ഷെ ആ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കാനോ ആഘോഷ കേന്ദ്രമാക്കാനോ പാടില്ല. പക്ഷെ മുസ്ലിമീങ്ങൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്, അദ്ദേഹം അത് വിശദീകരിച്ചു. അതേപോലെ സവിശേഷത ഇല്ലാത്ത സ്ഥലങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല, ചില കള്ളക്കഥകൾ പറഞ്ഞ് അവിടെ സ്വപ്നം കണ്ടു, ഇവിടെ ഒരു മഹാൻ ഇരുന്നു, അവിടെ ഒരു മഹാൻ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് ചില സ്ഥലങ്ങളെ വ്യാജമായി പടച്ചുണ്ടാക്കി അവിടെ ആഘോഷം സ്ഥാപിച്ചെടുക്കുന്നു, അതും ശരിയല്ല എന്ന് പറഞ്ഞു. ശേഷം സമയവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഇങ്ങനെ വേർതിരിച്ചു. ഒന്ന് സവിശേഷത ഉള്ള സമയം,
പക്ഷേ ആഘോഷമാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അത് അദ്ദേഹം റമദാന് പറഞ്ഞു, ദുൽഹിജ്ജ മാസം പറഞ്ഞു, മുഹറം 10 പറഞ്ഞു. ഇങ്ങനെ ദിവസങ്ങൾക്ക് സവിശേഷത ഉള്ള ദിവസങ്ങളാണ്. പക്ഷേ അതൊരു പ്രത്യേക ആഘോഷമാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ സവിശേഷത ഉള്ള ചില ദിവസങ്ങളെ ചിലരൊക്കെ അങ്ങനെ ആഘോഷ ദിവസമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമതൊന്ന്, സവിശേഷത ഇല്ലാത്ത ദിവസങ്ങൾ, ആ ദിവസങ്ങൾക്ക് പല കഥയും പറഞ്ഞുണ്ടാക്കി അന്ന് ആഘോഷമാക്കി മാറ്റുന്ന പ്രവണത സമൂഹത്തിലുണ്ട്. അതും ശരിയല്ല. ഈ വിഷയങ്ങൾ സമാനുമായി ബന്ധപ്പെട്ട, സമയവുമായി ബന്ധപ്പെട്ട ആഘോഷം, അതുമായി ബന്ധപ്പെട്ട സംസാരത്തിലാണ് അദ്ദേഹം ഈ നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തത്. അത് അദ്ദേഹം പോലും രണ്ടാമത്തെ ഇനം മാ ജറാ ഫീഹി ഹാദിസ കമാ കാന യജ്രി ഫീ ഗൈരിഹി മിൻ ഗൈരി അൻ യൂജിബ ദാലിക ജഅലഹു മൗസിമാ. മറ്റു ദിവസങ്ങൾ നടക്കുന്ന പോലെ അന്നും എന്തെങ്കിലും ചില സംഭവങ്ങൾ ഉണ്ടായ ദിവസങ്ങൾ പല ദിവസത്തിലുണ്ടാകാം, എന്നതുപോലെ ആ ദിവസവും ഉണ്ടായി. എന്നാൽ അതൊരു മൗസിമായി, ഒരു ആഘോഷ വേളയാക്കി വെക്കാൻ അതൊരിക്കലും അനിവാര്യമാക്കുന്നില്ല. വലാകാന സലഫു യുഅല്ലിമൂനഹു, സലഫുകൾ അതിനങ്ങനെ ബഹുമാനിച്ചിട്ടുമില്ല. ഉദാഹരണം ദുൽഹിജ്ജ 18 പോലെ, ദുൽഹിജ്ജ 18 ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫതഹ് കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങിപ്പോകുന്നതിനിടയിൽ ദുൽഹിജ്ജ 18 വദീർഖം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ഒരു പ്രസംഗം നടത്തി. പരലോകം പറഞ്ഞു, ഇത്തിബാഅ് പറഞ്ഞു, ഖുർആനെ കുറിച്ച് പറഞ്ഞു, ആ നിലക്കുള്ള ഉപദേശങ്ങൾ നൽകി അവിടെ വെച്ച്. അത് ദുൽഹിജ്ജ 18 എന്തുകൊണ്ട് 18 അത് സ്വാഭാവികമായി ആയി എന്നേ ഉള്ളൂ. അപ്പോൾ സംഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ആ ദിവസത്തെ ആഘോഷമാക്കാമോ? ഇല്ല. എന്നാൽ അതിനെ ആ നിലക്ക് ആഘോഷമാക്കി വന്ന രീതികൾ മുസ്ലിം സമുദായത്തിന് പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയും മാത്രമല്ല, ആ പ്രസംഗത്തിലാണ് എനിക്ക് ശേഷം അലിയാണ് ഖലീഫയാകേണ്ടത് എന്ന് നബി തങ്ങൾ വസീയത്ത് ചെയ്തത് എന്ന് ശിയാക്കൾ വാദിച്ചതും ആ പ്രസംഗത്തെക്കുറിച്ചാണ്. ആ ഗണത്തിൽ അദ്ദേഹം എണ്ണിപ്പറയാണ്, അതിൽപ്പെട്ടു തന്നെയാണ് വകദാലിക മാ യുഹദ്ദിസുഹു ബഅ്ദുന്നാസ്, അതുപോലെ തന്നെയാണ് ചില ആളുകൾ പുതിയതായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന രീതി. ഇമ്മാ മുലാഹാതൻ ലിന്നസ്വാറ ഫീ മീലാദി ഈസാ അലൈഹിസ്സലാം, ഒന്നുകിൽ ക്രിസ്ത്യാനികൾ ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു, അതിനോട് സാദൃശ്യപ്പെടാൻ വേണ്ടി ചില ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ വായിച്ചല്ലോ ഇവിടെ, ബുദ്ധന്റെ ആഘോഷിക്കുന്നു, അതേപോലെ ഈസാ നബിനെ ആഘോഷിക്കുന്നു എന്നതുപോലെ നമ്മളും ആഘോഷിക്കുന്നു അല്ലേ? ആണ് അദ്ദേഹം പറഞ്ഞത്. രണ്ട് നിലയ്ക്ക് ഈ ആഘോഷം സമൂഹത്തിൽ ഉണ്ട് അദ്ദേഹം പറയാം. ഒരു കൂട്ടർ ചെയ്യുന്നത് ക്രിസ്ത്യാനികളോട് സാദൃശ്യപ്പെട്ടുകൊണ്ട്, മറ്റൊരു കൂട്ടർ ചെയ്യുന്നതോ നബിയെ സ്നേഹിച്ചും ബഹുമാനിച്ചും കൊണ്ട് ചെയ്യുന്നവരുമുണ്ട്. എല്ലാവരും ഇഖ്ലാസ് ഇല്ലാത്തവരാണെന്ന് പറയാൻ കഴിയുക ആ വിഷയത്തിൽ. ചിലർ കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ആത്മാർത്ഥമായി ബഹുമാനിച്ചുകൊണ്ട് നബിയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന ആളുകളുണ്ട്. ചിലരാവട്ടെ ഈസാ നബിയുടെ ജന്മദിനം അവരാഘോഷിക്കുന്നുവല്ലോ, അവർ നമുക്കും വേണമെന്ന് പറഞ്ഞ് അവർ സാദൃശ്യപ്പെട്ട് ചെയ്യുന്നവരുമുണ്ട്. രണ്ടാണെങ്കിലും ശരി, അത് ആഘോഷമാക്കാവതല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. എന്നാൽ ആ മഹബത്തും ആ ഇഖ്ലാസും ആ തഅലീമുമുള്ള ആളുകൾക്ക് ഒരു പക്ഷെ പഠിച്ചോല് ആ സ്നേഹത്തിന് കൂലി കൊടുത്തുകൂടായില്ല, ഈ ബിദ്അത്തിന് കൂലി കിട്ടൂല എന്നും പറഞ്ഞു. ആ വാക്ക മുസ്ലിയാക്കം എടുക്കാറുള്ളത്. അതാണ് അടുത്ത വാചകം. അത് വല്ലാഹു ഖദ് യുസീബുഹും, ചിലപ്പോൾ അല്ലാഹു പ്രതിഫലം കൊടുക്കും, അലാ ഹാദിഹിൽ മഹബ്ബത്തി, ഈ സ്നേഹത്തിന്, വൽ ഇജ്തിഹാദി, ആ പരിശ്രമത്തിന്, ലാ അലൽ ബിദ്അി, ആ ബിദ്അത്തിന് അല്ല കൂലി, ബിദ്അത്തിന് അല്ല കൂലി. അല്ലാഹു അക്ബർ. അതെ, ബിദ്അത്തിന് അല്ല കൂലി. ഏതാ ബിദ്അത്ത്? മിൻ ഇത്തിഖാദി മൗലിദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദാ, നബിയുടെ ജന്മദിനം ആഘോഷമാക്കുക എന്ന ബിദ്അത്തിന് കൂലി ഇല്ല. നബിയുടെ ജന്മദിനം ആഘോഷമാക്കുക എന്ന ബിദ്അത്തിന് കൂലി ഇല്ല. ചില സാധുക്കൾ പെട്ട് മൂലമലക്കെ വിശ്വസിച്ച് ഇത് വലിയ കൂലിട്ട ഏർപ്പാടാ, നബിനെ സ്നേഹിക്കുന്ന സംഗതിയാ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന സാധാരണക്കാരുണ്ട്. ഒരു പക്ഷെ ആ സ്നേഹത്തിന് പഠിച്ചവൻ കൂലി കൊടുത്തുകൂടായില്ല, ഈ ബിദ്അത്തിനോ കൂലിയില്ല. ഇത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ ഒരു കഷ്ടം മാത്രം. ലാ അലൽ ബിദ്അഇ നിൽക്കൂല, അതാണ് ഒഴിവാക്കും, അതൊഴിവാക്കും. വല്ലാഹു ഖദ് യുസീബുഹും അലാ ഹാദിഹിൽ മഹബ്ബ, ഈ മഹബ്ബത്തിന് പഠിച്ചവൻ കൂലി കൊടുക്കും എന്ന് ഇബ്നു തൈമിയ്യ പറയുന്നു. അടുത്ത വാക്കെന്താ? ലാ അലൽ ബിദ്അഇ, ഈ ബിദ്അത്തിന് കൂലി കിട്ടൂല. ഏതാ ബിദ്അത്ത്?
മിൻ ഇത്തിഖാദി മൗലിദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ, നബിയുടെ ജന്മദിനം ഈദാക്കുക എന്ന ഈ ബിദ്അത്തിന് കൂലി ഇല്ല. എന്നിട്ടോ മഖ്തിലാഫിൻ നാസ് ഫീ മൗലിദിഹി, ജനിച്ച ദിവസം എന്നാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫഇന്നഹാ ലം യഫ്അൽഹു സലഫു, മുൻഗാമികാരും ഇത് ചെയ്തിട്ടില്ല. മഅഖിയാമിൽ മുഖ്തലാലഹു, അവർക്ക് ചെയ്യാവുന്ന അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും ചെയ്തിട്ടില്ല. വഅദമിൽ മാനിഇ മിൻഹു, ചെയ്യാൻ തടസ്സമൊന്നുമില്ല എന്നിട്ടും അവർ ചെയ്തിട്ടില്ല. വലൗ കാന ഹാദാ ഖൈറൻ മഹ്ള, ഇത് കേവലം പുണ്യമായ കാര്യമായിരുന്നുവെങ്കിൽ, ഔ റാജിഹ, ഏതെങ്കിലും അർത്ഥത്തിൽ പ്രാമുഖ്യമുള്ള ഒരു കാര്യമായിരുന്നുവെങ്കിൽ, ലകാന സലഫു റളിയല്ലാഹു അൻഹും അഹഖ ബിഹി മിന്നാ, ആ മുൻഗാമികളാണല്ലോ നമ്മളെക്കാളേറെ ചെയ്യുക. ഫൈന്നഹും കാനൂ അശദ്ദ മഹബ്ബത്തൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅലീമൻ ലഹു മിന്നാ, നമ്മെക്കാളേറെ നബിയെ സ്നേഹിച്ചവർ അവരാണ്, നമ്മെക്കാളേറെ നബിയെ ബഹുമാനിച്ചവർ അവരാണ്. വഹും അലൽ ഖൈരി അഹ്റസു, അവരാവട്ടെ എല്ലാ ഖൈറിനും അതിയായ താല്പര്യമുള്ളവരാണ്, പക്ഷെ അവരാരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് വഇന്നമാ കമാലു മഹബ്ബത്തിഹി വതഅലീമിഹി ഫീ മുതാബഅത്തിഹി വഇത്തിബാഇ അംരിഹി വതഅത്തിഹി, നബിയെ പിൻപറ്റലും നബിയെ അനുസരിക്കലും നബിയുടെ കാര്യങ്ങൾ അപ്പടി ജീവിതത്തിൽ പാലിക്കലുമൊക്കെയാണ് നബിയോടുള്ള സ്നേഹത്തിന്റെ പൂർണ്ണത. വഇഹ്യാഇ സുന്നത്തിഹി, നബിയുടെ സുന്നത്തിനെ ജീവിപ്പിക്കലാണ് വേണ്ടത്. ബാത്തിനം വലാഹിറ, പ്രത്യക്ഷമായും പരോക്ഷമായും. വനസ്രി മാ ബുഇസ ബിഹി, നബി തങ്ങൾ നിയോഗിക്കപ്പെട്ട ആശയമെന്തോ ആ ആശയം പ്രചരിപ്പിക്കുകയാണ് വേണ്ടത്. വൽ ജിഹാദ് അലാ ദാലിക, അതിനുവേണ്ടി ജിഹാദ് ചെയ്യുകയാണ് വേണ്ടത്. ബിൽ ഖൽബി വൽ യദി വൽ ലിസാൻ, നാവ് കൊണ്ടും അതേപോലെ കൈ കൊണ്ടും കൽബ് കൊണ്ടുമൊക്കെ ജിഹാദ് ചെയ്യുകയുമാണ് വേണ്ടത്. ഫഇന്ന ഹാദിഹി ഹിയ ത്വരീഖത്തു സാബിഖീനൽ അവ്വലീന മിനൽ മുഹാജിരീന വൽ അൻസാർ, ഇതാണ് മുഹാജിരീങ്ങളുടെ വഴി, ഇതാണ് അൻസാരികളുടെ വഴി. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ പിൻപറ്റിയ ആളുകളുടെയും വഴി ഇതാകുന്നു എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. അപ്പൊ അതിൽ നിന്നൊരു കഷ്ണമെടുത്ത് സാധാരണ മുസ്ലിയാക്കന്മാരെ പറയാറുണ്ട്, ഇദ്ദേഹം കൂലി കിട്ടുന്ന ആളാണ്, അദ്ദേഹം പറഞ്ഞത് ഇതാണ് എന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ മാത്രമല്ല ഈ ഒരു ചർച്ച കൊണ്ടുവന്നിട്ടുള്ളത്, മറിച്ച് അദ്ദേഹത്തിന്റെ ഫത്വകൾ സമാഹരിച്ചിട്ടുള്ള മജ്മുഉൽ ഫതാവ എന്ന ഗ്രന്ഥത്തിലും എന്തെല്ലാമാണ് ബിദ്അത്തുകളെന്നും എന്തെല്ലാമാണ് അതിന്റെ ദോഷങ്ങൾ എന്നും വിശദീകരിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം ബിദ്അത്തുകൾ എണ്ണി പറയുന്നിടത്ത് പറയുന്ന ഒരു കാര്യം കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. മജ്മുഉൽ ഫതാവ 25-ാം വാള്യത്തിൽ അദ്ദേഹം പറയാം, വഅമ്മാ ഇത്തിഖാദു മൗസിമി ഗൈരിൽ മവാസിമി ശർഇയ്യ, മതം ശർഅ് ആഘോഷമായോ മറ്റോ നിശ്ചയിക്കാത്ത ദിവസങ്ങളെ സമയങ്ങളെ അതിനെ ഒരു ആഘോഷ ദിവസമായി സ്വീകരിക്കൽ. ഏതുപോലെ കബഅദ് ലയാലി ശഹരി റബീഇൽ അവ്വൽ അല്ലത്തി യുഖാലു ഇന്നഹാ ലൈലത്തുൽ മൗലിദി, പ്രവാചകം ജനിച്ച രാത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബീഉൽ അവൽ മാസത്തിലെ ചില രാത്രികളെ ചില ആളുകൾ അത് ആഘോഷത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു. ഔ ബഅദ് ലയാലി റജബ്, അല്ലെങ്കിൽ റജബിലെ ചില രാത്രികളെ. ഔ സാമിൻ അശ്ർ ദിൽഹിജ്ജ, നേരത്തെ പറഞ്ഞ പോലെ ദുൽഹജ്ജ് 18-ന്റെ ആ ദിവസം. അതേപോലെ അവ്വലു ജുമുഅത്തിൻ മിൻ റജബ് ഔ സാമിൻ ശവ്വാൽ അല്ലദി യുസമ്മീഹിൽ ജുഹാലു ഈദുൽ അബ്റാർ, ഈദുൽ അബ്റാർ എന്ന് ജാഹിലുകൾ പറയുന്ന ശവ്വാൽ. ഓരോ കാലഘട്ടത്തിലുമുള്ള ബിദ്അത്തുകൾ വിശദീകരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാ ഫഇന്നഹാ മിനൽ ബിദ്അ, അതെല്ലാം ബിദ്അത്തുകളാണ്. അപ്പൊ ബിദ്അത്താകുന്ന ഈ നബിദിനാഘോഷം അനുവദനീയമാണത് ചെയ്യാം എന്ന നിലയ്ക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഒരു കിതാബിൽ അങ്ങനെയും വേറെ കിതാബിൽ അത് സുന്നത്താണെന്ന് ഒരിക്കലും പറയൂല. അതാണ് നേരത്തെ ഇവിടെ വിശദീകരിച്ചത്. ഇവിടെ പറഞ്ഞത് എന്താണ്? ഫഇന്നഹാ മിനൽ ബിദ്അഇ, അത് ബിദ്അത്താണ്. അല്ലത്തി ലം യസ്തഹിബ്ബഹ സലഫ്, സലഫുകൾ മുൻഗാമികൾ അതിനെ ഒരിക്കൽ മുസ്തഹബായി കാണുകയോ അനുഷ്ഠിക്കുകയോ ചെയ്തിട്ടില്ല. വലം യഫ്അൽഹാ, അവർ അത് പ്രവർത്തിച്ചിട്ടുമില്ല എന്ന് മജ്മുഉൽ ഫതാവയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിശദീകരിക്കുന്നുണ്ട്. വിഷയത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് ഇതുകൂടി സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്റെ പേര് ഷുഹൈബ്, പോയക്കാട്ടിരിക്കാരൻ തന്നെയാണ്. ഏവർക്കും സ്വാഗതം എഴുതിയിട്ട് പോയക്കാട്ടിരിക്കാർക്ക് മാത്രം സ്വാഗതം എന്ന് ബോർഡുമില്ല. പിന്നെ ഞാൻ സലാം പറയണത് മൗലൂദും അതേപോലെ മമ്പർത്തും ഒക്കെ പോണ സുന്നിയാക്ക് മാത്രമാണ് അസ്സലാമു അലൈക്കും. അങ്ങനത്തെ ഒരു സലാം അടക്കിയാൽ മതി. എന്റെ ചോദ്യം, ഈ സുന്നിയാള് കാഫിറാണ്. കാരണം ഷിർക്ക് ചെയ്യുന്നവരാണ് ഈ പൈതൽപ്പടി തങ്ങന്മാരത്ത് പോണവരും അതുപോലെ മമ്പറം തങ്ങളത്ത് പോണവരൊക്കെ ഷിർക്ക് ചെയ്യുന്നവരാണ് മുജാഹിദ് ആശയം പ്രയോഗിച്ചത്. അങ്ങനെയുള്ള ഒരു ഇമാമിനെ, ഞങ്ങളുടെ പള്ളിക്കത്തെ ഖത്തീബും അവിടെ പോലുണ്ട്, ദ്വാരക്കലുണ്ട്. അങ്ങനെയുള്ള ഒരു ഇമാമിനെ നിസ്കാരത്തിൽ ഇങ്ങനെ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലാത്തോല് ഇമാമായി നിന്ന് തുടരുന്നതിന്റെ വിധി, കാഫിറായ ഒരാളെ തൊട്ട് നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം ശരിയാവോ എന്നുള്ളതിനൊരു ഉത്തരം കിട്ടിയ
അൽഹംദുലില്ലാ. സുഹൃത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വൈകാരികത എന്നതിനപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ദീന്റെ വിഷയത്തിലൊക്കെ ഉണ്ട്. നമ്മൾ സുന്നി മുജാഹിദ് എന്നതിനപ്പുറത്ത് സ്വർഗത്ത് പോലാണ് ലക്ഷ്യം. അപ്പൊ സുന്നിയാളൊക്കെ കാഫിറാണ് നിങ്ങളാണ്ട് വിധി എഴുതിയിട്ട് പിന്നെ നിങ്ങൾ സുന്നിയായി നിൽക്കുന്ന അർത്ഥമൊന്നുമില്ല. എങ്കിലും ഉടനെ അവിടുന്ന് വിടുകയാണ് വേണ്ടത്. അപ്പൊ ആ ഒരു നിലയ്ക്കുള്ള ശൈലികൾ അത് നല്ലതല്ല. നമ്മളിതിന് മുമ്പ് ഇതേ സ്ഥലത്ത് മുഖാമുഖം നടത്തിയിട്ടുണ്ട്. അന്ന് നിങ്ങളല്ലാത്ത വേറൊന്ന് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അന്ന് വിശദമായി ഞാൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ചോദിക്കാൻ വേണ്ടി ചോദിക്കുക എന്നതിനപ്പുറത്ത് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക. ശിർക്കും കുഫറും നിങ്ങൾ ചെയ്താലും ഞാൻ ചെയ്താലും ഇസ്ലാമിൽ ഒരേ വിധി. അത് സുന്നാൾ ചെയ്താൽ വേറൊന്ന്, മുജാഹിദീങ്ങൾ ചെയ്താൽ വേറൊന്ന് എന്നൊന്നുമില്ല. ലോകത്ത് ആര് ചെയ്താലും, ഈ സംസാരിക്കാൻ ഞാനാവട്ടെ, ചോദിക്കുന്ന താങ്കളാവട്ടെ, ആര് ചെയ്താലും ശിർക്കിനും കുഫറിന്റെയും ഗൗരവം ഒന്നാണ്. വിശുദ്ധ ഖുർആനിൽ 25 അമ്പിയാക്കന്മാരെ പേരുണ്ട്. അതിൽ 18 അമ്പിയാക്കന്മാരെ പേര് പറഞ്ഞ സൂറത്താണ് സൂറത്തു അൻആം. അൻആം സൂറയിൽ 86-ാമത്തെ ആയത്ത് വരെയായി 18 പ്രവാചകന്മാരെ പേരുണ്ട്. 87-ാമത്തെ ആയത്തിൽ ആ അമ്പിയാക്കളുടെ വഴി സ്വീകരിച്ച ആളുകളെ പറ്റി പരാമർശമുണ്ട്. എന്നിട്ട് 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് വലൗ അസ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. വലൗ അസ്റകൂ, അവരാര് ശിർക്ക് ചെയ്താലും, ഈ പറഞ്ഞ 18 അമ്പിയാക്കന്മാരാവട്ടെ, അവരെ പിൻപറ്റിയ ഈ ആളുകളാവട്ടെ, അവരാര് ശിർക്ക് ചെയ്താലും ശരി, ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത എല്ലാ അമലും ബാത്തിലായി പോയി. അമ്പിയാക്കന്മാർ ശിർക്ക് ചെയ്യൂല, നമുക്കറിയാം. ഹറാമും ചെയ്യൂല, ഒരു തെറ്റും ചെയ്യൂല. അവർ മഅസൂമികളാണ്, പാപസുരക്ഷിതരാണ്. എന്നിട്ട് പോലും 18 അമ്പിയായിന്റെ പേര് പറഞ്ഞിട്ട് അവരെ കുറിച്ച് അല്ലാഹ് ഇത് പറഞ്ഞത് എന്തിനാ? എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാനാണ്. എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാനാണ്. അമ്പിയാക്കന്മാർ ശിർക്ക് ചെയ്തിട്ടല്ല. ഒരു തെറ്റും ചെയ്യാത്ത അമ്പിയാക്കന്മാരെ പറ്റി അല്ലാഹു തആല അവർ ശിർക്ക് ചെയ്താലും ഓല അമല് പൊളിയും എന്ന് പറഞ്ഞ് താങ്കളും ഞാനും അടങ്ങുന്ന സമുദായത്തെ പഠിപ്പിക്കാനാണ്. ഇനി അതിൽ അസ്റഫുൽ ഖൽഖായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യം 39-ാമത്തെ അധ്യായം സൂറത്തുൽ സുമർ 65-ാമത്തെ ആയത്ത്, വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് അല്ലാഹു പറയാം, നബിയെ താങ്കൾക്കിതാ ഞാൻ വഹ്യ് നൽകുന്നു, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെ മുമ്പുള്ളവർക്കും, നിങ്ങളുടെ മുമ്പുള്ള അമ്പിയാക്കന്മാർക്കും ഇതേ വഹ്യ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1,24,000 അല്ലാതെയോ എണ്ണം കൃത്യമായി ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു അഅലം, എത്രയാവട്ടെ, മുഴുവൻ അമ്പിയാക്കന്മാർക്കും ഈ വഹ്യ് നൽകപ്പെട്ടിട്ടുണ്ട്. എന്താ വഹ്യ്? ലഇൻ അസ്റക്ത, നബിയെ താങ്കൾ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ അമൽ ബാത്തിലാകും. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് അല്ലാഹു പറയാം, നബിയെ നിങ്ങൾക്കിതാ വഹ്യ് തരുന്നു, നിങ്ങളെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും ഈ വഹ്യ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങൾ അമൽ ബാത്തിലാകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുക തന്നെ ചെയ്യും. ഇതിൽ സഹോദരൻ ശുഐബ് മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ഇതിലൊരു പാഠമുണ്ട്. അതുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന ഒരാള് സുന്നിയാവട്ടെ, മുജാഹിദാവട്ടെ, ആരുമാവട്ടെ, ഇനി മറ്റു മതസ്ഥനാവട്ടെ, ഏത് ജാതി ഏത് മതമായാലും ശരി, ഒരാൾ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഒരാൾ അല്ലാഹുല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാട് സമർപ്പിക്കുന്നുവെങ്കിൽ, ഒരാൾ അല്ലാഹുല്ലാത്തവരെ പേരിൽ സത്യം ചെയ്യുന്നുവെങ്കിൽ, ഒരാൾ അല്ലാഹുല്ലാത്തവരെ പേരിൽ ഏത് ഇബാദത്തും തിരിച്ചുവിടുന്നുവെങ്കിൽ, എന്റെയും താങ്കളുടെയും ബാധ്യത അയാൾ പറഞ്ഞ സുഹൃത്തെ, നിങ്ങൾ നിസ്കാരം പൊളിയും, നിങ്ങൾ നിസ്കാരം പൊളിയും, നിങ്ങൾ നോമ്പ് പൊളിയും. ഞാൻ ശിർക്ക് ചെയ്താൽ എന്റെ ജീവിതത്തിലെ എല്ലാ അമലും ബാത്തിലായി പോകും. എന്റെ ബാക്കിൽ നിൽക്കുന്ന ആളെപ്പറ്റി അല്ല ഞാൻ ബേജാറാകേണ്ടത്, എന്നെപ്പറ്റി ബേജാറാകേണ്ടത്. എന്റെ ബാക്കിൽ നിൽക്കണതിന്റെ കാര്യം ഓൻ നോക്കിക്കോളും. അത് ഓൻ നിൽക്കാൻ വകുപ്പുള്ളിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഓൻ അറിയാത്തോണ്ടിരിക്കും. പക്ഷെ എന്നെപ്പറ്റി ഞാൻ ആലോചിക്കുക, താങ്കളെപ്പറ്റി താങ്കൾ ചിന്തിക്കുക. ഈ ശിർക്ക് ചെയ്തിട്ട് ഞാൻ പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എന്താ അർത്ഥം എന്ന് ആലോചിക്കുക. പിന്നെ നിൽക്കണോട് നമുക്ക് അങ്ങനെ ഉറപ്പുണ്ട്, നമ്മൾ കുഫറുള്ള ശിർക്ക്, അവന് പറയാ സുഹൃത്തിന്റെ ഒപ്പം നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞാൽ ഓൻ മാറിക്കോളും, ഓൻ അങ്ങനെ വാശിയൊന്നുമില്ല, അങ്ങനെ തന്നെ ബാക്കിൽ നിൽക്കുള്ളൂ എന്നുള്ളത്. പൊതുവായി മുസ്ലിമായി അറിയപ്പെടുന്ന, നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഇസ്ലാമികമായ മര്യാദ പാലിക്കുന്ന ഒരു കോമൺ മുസ്ലിമായി ജീവിക്കുന്ന ആരെ പിന്നെ നമുക്ക് നിസ്കരിക്കാം. അതാണ് ഇസ്ലാമിന്റെ പൊതു നിയമം.
ഇനി ഒറ്റ കമ്പ്യൂട്ടർ കിട്ടാനായിട്ട് അവൻ പറയാം ഞാൻ മുസ്ലിക്കായിട്ടുള്ള പറഞ്ഞാൽ ശരി, ഞാൻ അറിയില്ലേനു, ഞാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞ് മാറിക്കണം. അയാളെ വേഗം നിസ്കരിക്കാനും പറ്റൂല, സംശയമില്ല. അത് ഇമാമ ഞാൻ നിന്നാലും നിസ്കരിക്കാൻ പാടില്ല, ഇമാമ നിങ്ങൾ നിന്നാൽ ഞാൻ നിസ്കരിക്കാൻ പാടില്ല. അത് സുന്നി മുജാഹിദ് വിഷയമല്ല, ഇത് സുന്നി മുജാഹിദ് വിഷയമല്ല. ഈ വിശുദ്ധ ഖുർആനിൽ 1-ാമത്തെ അധ്യായം മുതൽ അവസാന അധ്യായം വരെ ഖുർആനിൽ ആദ്യമായി മനുഷ്യകുലത്തോടുള്ള 1-ാമത്തെ കൽപ്പന, ഖുർആൻ ഫാത്തിഹ മുതൽ നിങ്ങൾ വായിച്ചു പോവുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ മനുഷ്യകുലത്തെ വിളിച്ചുകൊണ്ട് നൽകുന്ന 1-ാമത്തെ കൽപ്പന തൗഹീദാണ്. 1-ാമത്തെ വിലക്ക് ശിർക്കിനെ കുറിച്ചാണ്. സൂറത്ത് ബഖറ 21-22 ആയത്തുകൾ. അതാണ് ഖുർആനിൽ മനുഷ്യരെ വിളിച്ചുകൊണ്ടുള്ള ആദ്യത്തെ കൽപ്പന. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. എന്നിട്ട് പറഞ്ഞു, അവനാണ് ഭൂമിയെ വിരിപ്പാക്കിയവൻ, അവനാണ് ആകാശത്തെ ഒരു ബിൽഡിംഗ് പോലെ മേൽക്കൂല പോലെ സംവിധാനിച്ചവൻ, അവനാണ് ആകാശത്തിന് വെള്ളമിറക്കിയവൻ, അവനാണ് ആ വെള്ളം കാരണമായി സസ്യജാതികൾ മുളപ്പിച്ചവൻ. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദാ, അതാണ് 1-ാമത്തെ വിലക്ക്. 1-ാമത്തെ വിലക്ക് ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദാ, നിങ്ങൾ അല്ലാഹുവിന് തുല്യന്മാരെ സ്ഥാപിക്കരുത്. ശുഐബ് ശ്രദ്ധിക്കണല്ലേ, നിങ്ങൾ അല്ലാഹുവിന് തുല്യന്മാരെ സ്ഥാപിക്കരുത്. ഖുർആൻ 1-ാമത്തെ കൽപ്പന. ഞാനും നിങ്ങളും ആത്മാർത്ഥമായും ചിന്തിക്കാം, പക്ഷപാതിത്വം മാറ്റേക്കിങ്ങൾ സുന്നി മുജാഹിദ് പിടി. അല്ലാഹുവോട് പറഞ്ഞെന്താ, ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദാ, റബ്ബിന് തുല്യന്മാരെ സ്ഥാപിക്കരുത്. അല്ലാഹുവിനെ പറ്റി അല്ലാഹു പറഞ്ഞെന്താ, അവൻ ഭൂമിയെ വിരിപ്പാക്കി, ആകാശത്തെ മേൽക്കുരയാക്കി, വെള്ളമിറക്കി, സസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു, മഴ പെയ്യിപ്പിച്ച് ആരാധിച്ചാൽ നിങ്ങളും ഞാനും പറഞ്ഞ വാക്കെന്താ, പടച്ചോനാണെന്നാ, സംശയമില്ലല്ലോ. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന കുതുബിയത്തിന് 5-ാമത്തെ വരിയിൽ പറഞ്ഞതെന്താ, യാ കുതുബ അഹ്ലി സമാ വൽ അർളി വൗസഹുമാ യാ ഫൈദ ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ യബ്നൽ അലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമാ യാ ഖൈറ മൻ കാന യുദ്ആ മുഹിയദ്ദീനി. കുതുബിയത്തിലെ 5-6 വരികൾ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ആ പറഞ്ഞ മനസ്സിൽ കണ്ട ഉസ്താദ് ആരാണോ ആ ഉസ്താദത്തെ കുതുബിയത്തും കൊണ്ട് ചെല്ലാം. ഉസ്താദ് അർത്ഥം വെച്ചെന്നറിയാം, ഞങ്ങൾ നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങളും ഈ ചോദ്യം ചോദിച്ചപ്പോൾ മനസ്സിൽ കണ്ട ഉസ്താദ് ഉണ്ടാവുമല്ലോ, ആ ഉസ്താദ് എടുത്ത് പോകാം. ഉസ്താദ് ഈ കുതുബിയത്തും അർത്ഥം വെച്ചരി. അതിൽ 5-ാമത്തെ വരി, മൗലിദ് കിതാബിലുള്ള കുതുബിയത്തിൽ 5-ാമത്തെ വരി, സാക്ഷാൽ കുതുബിയത്തിൽ 3-ാമത്തെ വരി, മൗലിദ് കിതാബിലെ കുതുബിയത്തിൽ 5-ാമത്തെ വരി, ഒറിജിനൽ കുതുബിയത്തിൽ 3-ാമത്തെ. എന്താ അങ്ങനെ വെച്ചാല് ആദ്യത്തെ 2 വരി എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. അത് മൊയ്തീൻ ശൈഖ് പാടിയ പാട്ടാണ്. കുതുബിയത്തിന് തുടക്കത്തിലെ 2 വരി സദഖത്തുല്ലാഹി കാഹിൽ ഉണ്ടാക്കിയ വരിയല്ല, അത് മൊയ്തീൻ ശൈഖ് ചൊല്ലിയ പാട്ടാണ്. അത് ശുദ്ധ തൗഹീദാ, അത് ശുദ്ധ തൗഹീദാ. ഇന്നബതഗത ഖുറാത്തുൽ അർഹാമി വബതഅദത് അന്നാ ഫഅസ്റഉ ശൈഇൻ ഖുറാത്തുല്ലാഹി യാ ഖുറാത്തുല്ലാഹി ഹുസ്സി സൈറ മുസ്രിഅതൻ ഫീ ഹല്ലി ഉഖദതിനാ യാ ഖുറാത്തുല്ലാഹി. ഈ 2 വരി മൊയ്തീൻ ശൈഖിന്റെതാണ്. എല്ലാ സഹായം അവസാനിക്കും, എല്ലാം നിന്നിൽ അകന്നു പോകും, എല്ലാം പോയാലും നീ വിഷമിക്കണ്ട, പടച്ചോന സഹായം മാത്രമേ നിനക്കുണ്ടാവുള്ളൂ. അതാണ് ആദ്യത്തെ 2 വരി. അതിന്റെ തുടക്കത്തിൽ പിന്നെ കൂട്ടിയിലാണ്. ശേഷമുള്ള 3-ാമത്തെ വരി മൊത്തം 5-ാമത്തെ വരി. അതിൽ പറയാ മുഹീദ്ദീൻ ശൈഖിനോട്, യാ കുതുബ അഹ്ലി സമാ വൽ അർളി, ആകാശത്തിന്റെയും ഭൂമിയുടെയും കേന്ദ്രബിന്ദുവായവരെ, ആകാശത്തിന്റെയും ഭൂമിയുടെയും കേന്ദ്രബിന്ദു ആയവരെ, വൽ അർളി വൗസഹുമാ, ആ ആകാശ ഭൂമികളുടെ സഹായി ആയവരെ, യാ ഫൈള ഐനൈ വുജൂദൈഹിം, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് മഴ പെയ്യിപ്പിക്കുന്നവരെ. ഇനി ആയി സംശയമുണ്ടെങ്കിൽ കോടമ്പുഴക്കാലം മുസ്ലിയാർ എഴുതിയ പരിഭാഷയുണ്ട് കുതുബിയത്തിന്. ആ പരിഭാഷയുടെ 12-ാമത്തെ പേജിൽ ഈ 5-ാമത്തെ വരിക്ക് അർത്ഥം കൊടുത്തിട്ടുണ്ട്. ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ മഴയും അരുവിയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ എന്നാണ് അദ്ദേഹം കൊടുത്ത അർത്ഥം. അല്ല പറഞ്ഞെന്താ, അല്ല മഴ വർഷിപ്പിച്ചു. ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദാ, ആ റബ്ബിന് തുല്യന്മാരെ സ്ഥാപിക്കരുത്. ഇവിടെ പറയുന്നു മൊയ്തീൻ ശൈഖ് മഴ വർഷിപ്പിക്കുന്നു. ഇത് വിശ്വസിച്ചിട്ട് നീ ഒരുത്തം നിൽക്കരുത്, ഓന്റെ ബാക്കി നമ്മൾ നിസ്കരിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? എന്ത് കാര്യമുള്ളത്? പക്ഷപാതത്തിന് അപ്പുറത്ത് നമ്മൾ ചിന്തിക്കുക. CM വലിയുല്ലാഹിയെ പറ്റി ഇറങ്ങിയ സ്മരണികയുണ്ട്, CM സ്മരണിക. അതിന്റെ ഉപദേശക സമിതിയിൽ കാന്തപുരം മുസ്ലിയാരുണ്ട്.
ഉള്ളാൾ തങ്ങളുണ്ട്, അതേപോലെ ഒരുപാട് ഒരു 5-6 ആൾ കാര്യപ്പെട്ട ആളുകളിലുണ്ട്. അതിൽ ഉപദേശ സമിതിയിൽപ്പെട്ട അവരത്ത് കുഞ്ഞിസീരിക്കോയ തങ്ങൾ എന്ന് പറയുന്ന തങ്ങൾ എഴുതിയ ലേഖനമുണ്ട് ആ സ്മരണയിൽ. ആ ലേഖനത്തിന്റെ ഹെഡിങ് നമുക്കിന് ചെയ്യാനുള്ളത് എന്നാണ്. അത് അദ്ദേഹം പറയാണ്, ഔലിയാക്കന്മാർ അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കും. അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കും. അല്ലാഹു പറയാ ഫലാ തജ്അലു ലില്ലാഹി അൻദാദാ, റബ്ബിന് തുല്യമായി സ്ഥാപിക്കരുത്. അപ്പൊ ഈ വിഷയത്തിൽ ശുഐബ് മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഒരു പക്ഷപാതിത്വമല്ല. നമ്മളൊക്കെ ഇവിടെ വന്ന് വയലാറിന് പോയിട്ട് ഇവിടെ എന്തെങ്കിലും വേറെ ലാഭം നേടാനൊന്നുമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു നിഷ്പക്ഷമായ ഒരു ആത്മാർത്ഥമായ പഠനം. അപ്പൊ മനസ്സിലാവും പലതും നമ്മളെ ജീവിതത്തിൽ തെറ്റിനെ അറിയാതെ. അപ്പൊ ഞാനും നിങ്ങൾ തർക്കമില്ലാത്ത വിഷയമാണ് നിര്യാണിക്ക് മേലെ തുണിയെടുക്കണം, നിങ്ങളെ തുണിയുടെ നിര്യാണിക്ക് താഴെയാണ്, അത് അബോധപൂർവ്വം ആയിക്കോളുന്നില്ല. അപ്പൊ ഇങ്ങനെ പല വിഷയത്തിലും അറിഞ്ഞും അറിയാതെയും നമ്മൾ തെറ്റുണ്ടാവും. അതിന് ഒരുത്തം വാശി പിടിച്ചിട്ട് ഇനിയിപ്പോ നിര്യാണിക്ക് താഴെ തുണിയെടുക്കാൻ പാടില്ല വഴുതറിയുമ്പോൾ എന്താപ്പോ എന്നാ നമുക്കൊന്ന് കാണണല്ലോ എന്ന് പറയുന്ന കാര്യമുണ്ടോ? നമ്മൾ ഉയർത്തുന്നല്ലാതെ നമ്മളൊക്കെ തെറ്റുണ്ടോ നമ്മൾ തിരുത്തുക എന്നതുപോലെ ഷിർക്ക് അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞത്, നബിയെ നിങ്ങൾ ഷിർക്ക് ചെയ്താലും അമല് പൊളിയും. 18 അമ്പിയാക്കന്മാരെ പേര് പറഞ്ഞിട്ടാ പറഞ്ഞത്, അവരാര് ഷിർക്ക് ചെയ്താലും എല്ലാ അമലും പൊളിയും. ലുഖ്മാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എടുത്തു പറഞ്ഞ മഹാനായ മനുഷ്യനാണ്. അദ്ദേഹം മോനോട് പറഞ്ഞത് എന്താ? ലാ തുശ്രിക് ബില്ലാഹ്, മോനെ ശിർക്ക് ചെയ്യരുത് ട്ടോ. ലുഖ്മാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണോ അല്ലേന്ന് അഭിപ്രായത്തിലുള്ള ആളാണ്. നബി അല്ല എന്ന് പ്രബല അഭിപ്രായം, അല്ലാഹു അഅലം. ആ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശം എന്താ? മോനെ ശിർക്ക് ചെയ്യരുത്. നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടിയ പറഞ്ഞ വാക്കെന്താ? ലാ ശരീക ലഹു, അല്ലാഹുക്ക് പങ്കുകാരില്ല. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നതിൽ പെട്ടവനല്ല. ഇതൊക്കെ എന്തിനാ പഠിച്ചു നമ്മൾ പറയിപ്പിക്കുന്നത്? ശിർക്കിന്റെ ഗൗരവം തന്നെയാണ്. അതുകൊണ്ട് ആ പക്ഷപാതത്തിന്റെ അപ്പുറത്ത് വിഷയത്തെ നമ്മൾ പഠിക്കുക. അങ്ങനെ ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ അവിടെ നിസ്കാരം ബാത്തിലാണ്. ഞാനായാലും താങ്കളായാലും എല്ലാ അമലും ബാത്തിലാണ്. ജീവിതകാലം മുഴുവൻ ഇബാദത്തിൽ മുഴുകി അവസാനം ഒരിക്കൽ റബ്ബല്ലാത്തവരിലേക്ക് ഒരു ഇബാദത്ത്, പ്രാർത്ഥനയാവട്ടെ, നേർച്ചയാവട്ടെ, സഹായാർത്ഥനയാവട്ടെ, ഒരു ഇബാദത്ത് റബ്ബല്ലാത്തവരിലേക്ക് പോയാൽ ചെയ്ത കൂട്ടിയ എല്ലാ അമലും പൊളിഞ്ഞു പോകും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയം ആത്മാർത്ഥമായി നിഷ്പക്ഷമായി സഹോദരൻ പഠിക്കാൻ തുനിയണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഇപ്പൊ ചോദിച്ചത് എനിക്ക് മറുപടി വന്നത് ഫൈസൽ മുസ്ലിയാരാണ്. അതിന് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കാരണം നിങ്ങള് ഈ ഏവർക്കും സ്വാഗതം എന്നുള്ള ഒരു ഉദ്ദേശം ഞാൻ പറയട്ടെ ഇരിക്കി അങ്ങനെ ഒരു ഉദ്ദേശം നിങ്ങൾ വെച്ചുക്കോ. ആ ഉദ്ദേശം ഞങ്ങൾ അംഗീകരിച്ചു. കാരണം ഞങ്ങൾ ഉത്തരം പറഞ്ഞു. ഇനി എന്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാല്, ഒരു ശിർക്ക് ചെയ്യണ ഖതീബിനെ തുടർന്ന ഓന്റെ നിസ്കാരങ്ങൾ ബാത്തിലാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പൊയക്കാട്ടി അങ്ങാടിയിൽ 4 മുജാഹിദീങ്ങൾ ഏറെ 6 ഇവിടെ ബാക്കിയുള്ളവരൊക്കെ പുത്തനങ്ങാടി ഇവിടെ കടുങ്ങാരം പരവക്കിലുള്ളവരാണ്. ആ 6 മുജാഹിദീങ്ങൾ നിസ്കാരം ശരിയാവൂലേ? ഇല്ലെങ്കിൽ ഒരു കലാവ് വീട്ടിലുണ്ടാവും. കാരണം എല്ലാ വക്തിനും മിക്ക വക്തിനും മഗ്‌രിബ് ഇശാ ഞാൻ ഉണ്ടാവും. ബാക്കിയുള്ള ടൈമിൽ ഞാൻ പണിക്ക് പോകും. ആ ടൈമിൽ ഓലുണ്ടാവലുണ്ട്. ജമാഅത്തിനുണ്ടാവും. ദുആക്ക് നിൽക്കൂല, കാരണം ദുആ ശിർക്കാണ്. കാരണം ഓല നിസ്കാരം ശരിയാവോ ഇല്ലേ? അതിന്റെ മസല ഒരിക്കലും പറഞ്ഞെടുത്തോളാം. അത് പ്രകാരം പോലെ അമൽ ചെയ്തോളൂ. പിന്നെ ഏവർക്കും സ്വാഗതം തന്നെയാണ് ഷുഐബ്, ഏവർക്കും സ്വാഗതം തന്നെയാണ്. ഇവിടെ പുഴക്കാട്ടിലുള്ള ആൾക്ക് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ടില്ല, ആർക്കും ചോദിക്കാം. പക്ഷെ മജീദ് ഒഴികെ ഓ ഏവലിൽ പെടൂല, ഓൻ സ്പെഷ്യൽ ടൈപ്പാണ്. അതുകൊണ്ടാണ് നേരെ മജീദിന്റെ 5 വന്നോട്ടെ 8 വന്നോട്ടെ അവരെ 4 വന്നോട്ടെ 5 വന്നോട്ടെ ഒരു കുഴപ്പമില്ല, ഇതൊക്കെ ചോദിക്കാം. പക്ഷേ മജീദ് എന്നുള്ളത് അത് ഒരു സ്പെഷ്യൽ കേസാണ്. അത് നിങ്ങൾ കാണണം, അത് വെറും ഓട്ടോറിക്ഷക്കാരനല്ല, ഒരു അങ്ങനെ സ്ഥലം കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് മജീദിന് ഇവിടെ എന്നല്ല, ഇനി എവിടെ ഇല്ല. ഇനി ഓനെ ചോദിക്കാം എവിടെ? 10 ഇൻഷാ നമ്മൾ ഇനി വെക്കുകയാണെങ്കിൽ അവിടെ ഓനെ വരാം. 10 വെക്കുമ്പോ ഒരിക്കൽ വെച്ചോ വന്നിട്ടില്ല. അപ്പൊ ഇനി വെക്കുകയാണെങ്കിൽ അവിടെ വരാം. അവിടെ മജീദിനോട് ചോദിക്കാം എന്താ ആവേശം എന്നറിയോ? അപ്പൊ ആകെ ഈ നാട്ടിൽ ദീൻ പഠിച്ച ഒരേ ഒരു മൗലാന ഷെയ്ഖ് മജീദ് മാത്രം, വേറെ ആരുമില്ല. ഇവിടെ എത്രയോ ഫൈസിമാര്, ബാക്കവിമാര്, സഖാഫിയാള്, ഒരുപാട് മുദരിസുമാര്, വലിയ വലിയ മോലയമാര്, ദർസ് ഒക്കെ ഉണ്ടായിട്ട് നബിദിനാഘോഷം സുന്നത്താണ് സ്ഥാപിക്കാൻ ഒരു സംഗതി പറയാൻ പറ്റിയ ആകെ ഒരു മജീദ് 10 വരണം. ഇതന്നല്ലേ ഷുഐബ് ഇതിന്റെ ഒരു പിന്നെ പൊള്ളത്തരെന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇവിടെ എത്ര മൂലന്മാരുണ്ട്, ഒരൊക്കെ അവിടെ നിന്ന് കേൾക്കുകയാണല്ലോ. നേരെ ഓരിതാ വന്നിട്ട് നിങ്ങളാ പറഞ്ഞത് ശരിയല്ല, ഖുർആൻ ആയത്തുണ്ട്, ഹദീസുണ്ട്, സുദ്ദീഖുൽ കഴിച്ചിട്ടുണ്ട്, ഉമർ ഖത്താബ് കഴിച്ചിട്ടുണ്ട്, ഉസ്മാൻ അഫ്ഫാൻ ആഘോഷിച്ചിട്ടുണ്ട്, അലി ഇബ്നു അബി താലിബ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും യാനേബിൻ ചൊല്ലി പിരിച്ചിട്ടൂടെ?
ഒരു പ്രശ്നം മൗലിദ് കിതാബുകളുണ്ട്, നമുക്ക് ഒന്നിച്ച് ഓദിപ്പിക്കാം, ഒരു കുഴപ്പമില്ല. അത് ഇല്ലാത്തത്തോളം കാലം നമ്മൾ ആ വഴിക്ക് പോകാൻ പാടില്ല എന്നാ പറഞ്ഞത്. പിന്നെ ഓന്റെ നിസ്കാരം ശരിയാവോ, ഇവന്റെ നിസ്കാരം ശരിയാവോ, ഓന്റെ ശരിയാവോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹദീസിലുണ്ട് നിര്യാണക്ക് താഴെ വസ്ത്രം പോയാൽ നിസ്കാരം ശരിയാവില്ല എന്ന്. ഹദീസിലുള്ളതാണ്. നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണെന്ന് ഹദീസിലുണ്ട്. അപ്പൊ അതിനൊക്കെ വസ്തുത എന്ത്, വിവക്ഷ എന്ത്, അതൊക്കെ ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവിടുത്തെ മുജാഹിദുകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തുണ്ടെങ്കിൽ മസ്ല ഓല് പഠിച്ചോളും, അത് ഷുഐബ് ബേജാറാവണ്ട. അതുകൊണ്ട് അവനാന്റെ വിശ്വാസ രംഗത്ത് അവനാൻ ചെയ്യാ അത് കൃത്യമായി പഠിക്കാനും അതിൽ കൃത്യമായ നിലപാടെടുക്കാനും സന്നദ്ധമാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നോട് പറഞ്ഞത് ചോദ്യം ചോദിച്ചതെന്നാണ്. ഞാൻ ചോദിച്ച ചോദ്യം, ഇങ്ങനെ മുജാഹിദീങ്ങൾ നിസ്കരിച്ചാല് ഓലെ നിസ്കാരം ശരിയാവോ, അല്ലെങ്കിൽ ഓല് കളാവ് വീട്ടണോ? ഇങ്ങനെ ഇപ്പൊ എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ട്. പോയക്കാട്ടങ്ങാട്ടിലെ മുജാഹിദീങ്ങൾ ഫുള്ള് ഖത്തീബിനെ തുടരുന്നുണ്ട്. ഓലെ നിസ്കാരമൊക്കെ ബാത്തിലായി എന്നാണ് ഫൈസൽ മുസ്ലിം പറഞ്ഞത്. ഇതിന് മറുപടി പറയേണ്ടത് പോയക്കാട്ടിരിക്കാരാണ്. കാരണം നിങ്ങൾ സ്വാഗതം എഴുതിയോർത്ത് ഇല്ല മജീദാന്ന് എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം സ്വാഗതത്തിൽ പറയേണ്ടിയിരുന്നു മജീദ് മാത്രം വേറൊരു ദീന് ഓൻ അതിൽ കൂട്ടൂല എന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് മജീദിനെ അതിൽ കൂട്ടാൻ പറ്റൂല. ഇതിന് മറുപടി പറയേണ്ടത് പോയക്കാട്ടിയിലുള്ള താടി വെച്ചോല്. കാരണം ഓലെ നിസ്കാരം ബാത്തിലായി എന്നോല് പറയണം. എന്നിട്ട് ഓല് കള്ളാവ്. എൻ്റെ പേര് കാസിം. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 റക്അത്ത് തറാവീഹ് സുന്നത്ത് നിസ്കരിക്കുന്നതും അതുപോലെ കുനൂത്ത് ഓതുന്നതും ശിർക്കാണോ അല്ലേ എന്ന് അറിയേണ്ടതുണ്ടായിരുന്നു. അത് രണ്ടും ശിർക്കല്ല, അത് രണ്ടും ബിദ്അത്താണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അത് റഹ്മാനായ റബ്ബിന് മാത്രം അവകാശപ്പെട്ടത് റബ്ബ് അല്ലാത്തവർക്ക് വകച്ചു കൊടുക്കുക, അതാണ് ശിർക്ക്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കും എന്നൊരുത്തൻ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ശിർക്കായി. അള്ളാഹ്ക്ക് മാത്രമുള്ള ദുആ റബ്ബല്ലാത്തവർക്ക് കൊടുത്താൽ അത് ശിർക്കായി. റഹ്മാനായ റബ്ബിന് മാത്രം അർപ്പിക്കേണ്ട സുജൂദ്, റുകൂഅ്, തവാഫ്, സഅയ്, നേർച്ച, സത്യം ചെയ്യൽ, ബലികർമ്മം അടക്കമുള്ള ഏത് ഇബാദത്തും അത് റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് റബ്ബല്ലാത്ത ആർക്ക് കൊടുത്തോ അത് ശിർക്കായി. അതാണ് ശിർക്ക്. നിസ്കരിക്കാൻ നോമ്പൊടുക്കാൻ അത് ശിർക്കല്ല. അത് റബ്ബല്ലാത്തവർക്ക് വേണ്ടിയാണോ എങ്കിൽ ശിർക്കാണ്. എന്നാൽ ബിദ്അത്ത് എന്നുള്ള മതത്തിലുള്ള പുത്തനാചാരങ്ങളാണ്. പൂർത്തിയായ മതത്തിൽ ഇല്ലാത്തത് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പൊ തറാവീഹ് ആവട്ടെ, സുബഹിയിലെ ഖുനൂത്താവട്ടെ, അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ ഒരു പ്രത്യേക മാതൃകയായി പഠിപ്പിച്ചു തന്നിട്ടില്ല. പ്രവാചക മാതൃകയിലുള്ള തറാവീഹ് 11 റക്അത്താണ്. പ്രവാചക മാതൃകയിൽ സുബഹിയിൽ മാത്രമായി ഒരു ഖുനൂത്ത് കാണുക സാധ്യമല്ല. അതുകൊണ്ട് ദീനു പഠിപ്പിക്കാമെന്ന നബിതങ്ങൾ പഠിപ്പിക്കാത്ത ഒന്ന് അത് പിന്നീട് ആര് ചെയ്താലും എത്രായിരം മനുഷ്യന്മാർ അത് ചെയ്യുന്നുവെങ്കിലും ലോകത്തൊന്നാകെ അത് പ്രചരിച്ചാലും അത് ദീനാവുകയില്ല. നബിതങ്ങൾ പഠിപ്പിച്ചുവോ ആ റസൂലിൽ നിന്ന് സ്വഹാബിമാർ അത് പഠിച്ചിട്ടുണ്ടോ എങ്കിൽ അത് ദീനാണ്. ഇല്ലെങ്കിൽ അത് അപ്പുറത്തിന് ആര് കൊണ്ടുവന്നാലും ദീനല്ല. ചില ആചാരങ്ങൾക്ക് 1000 കൊല്ലം പഴക്കമുണ്ടാവും, ചില ആചാരങ്ങൾക്ക് 100 കൊല്ലം പഴക്കമുണ്ടാവും, ചില ആചാരം അടുത്ത കാലത്ത് ഉണ്ടായതുണ്ടാവും. എത്ര പഴക്കമുണ്ടായാലും അത് ദീനായി മാറുന്നില്ല. ചില ആചാരം എല്ലാ മഹലിലും ഉണ്ടാകും, അതുകൊണ്ട് മാത്രം ദീനാവൂല. ചില ആചാരം ഇവിടെ മാത്രം ഉണ്ടാകും, വേറെവിടെയും പോയാൽ കാണൂല, അതുകൊണ്ടും ദീനാവുകയില്ല. നേരെ ദീനാകണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനായി പഠിപ്പിക്കണം. അതിൽ ഇല്ലാത്ത ഒന്ന് ആര് കൊണ്ടുവന്നോ അത് ദീനായി സ്വീകരിക്കാൻ പറ്റില്ല, അത് ബിദ്അത്താണ്. പിന്നെ അതിൽ ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്ന അഭിപ്രായ വ്യത്യാസത്തിൽ ഗവേഷകന്മാർ ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് ബിദ്അത്ത് എന്ന് പറയാവതല്ല, അവർക്കതിന് ഉദറുണ്ടാവും. നമ്മളോട് അത് മാതൃകയാക്കാൻ പഠിപ്പിച്ചിട്ടുമില്ല. അവിടെ ശിർക്കാകുന്ന പ്രശ്നമില്ല, അത് ബിദ്അത്താണ് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ബിദ്അത്ത് അല്ലെങ്കിൽ പിന്നെ കേരളത്തിലുള്ള മുജാഹിദീങ്ങളെല്ലാവരും മക്കത്ത് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് കുനൂത്തിലും 20 റക്അത്ത് സുന്നത്തിലും പങ്കെടുക്കുന്നു? അത് നിങ്ങൾ ബിദ്അത്ത് ചെയ്യാത്ത ആൾക്കാരല്ലേ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ മക്കത്ത് പോയാൽ ഈ ബിദ്അത്തിന് കൂട്ടു നിൽക്കുന്നു? അത് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഞങ്ങൾ ആരും കൂട്ടു നിൽക്കാറില്ല. മക്കയിൽ എവിടെയും കുനൂത്തില്ല. മക്കയിൽ ഒരൊറ്റ പള്ളിയിൽ കുനൂത്തില്ല. 20 റക്അത്തുണ്ട്. ഹറമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന പള്ളിയിൽ പോലും 11 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പോയാലും 20 നിസ്കരിക്കാറില്ല, അവിടെയും 11 നിസ്കരിക്കാറുള്ളൂ. കാരണം സുന്നത്തതാണ്, സുന്നത്തതാണ്. അവിടെ പോയാൽ 20 നിസ്കരിക്കുക, ഇപ്പുറത്ത് പോയാൽ 11 എന്ന നയം അതിലില്ല. അതുകൊണ്ട് എവിടെ പോയാലും സുന്നത്തതാണ്. അത് മുജാഹിദീങ്ങൾക്ക് മാത്രമല്ല, നേരത്തെ ഷുഐബ് പറഞ്ഞ പോലെ തന്നെ മുജാഹിദീങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും എനിക്കൊക്കെ ഒരേപോലെ തന്നെയാണത്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്തത് എന്തോ അതാ നമ്മൾ ചെയ്യേണ്ടത്. അതിനപ്പുറത്ത് അവരെ കണ്ടു. ഇനിയിപ്പോ തിരിച്ച് ചോദ്യം നമ്മൾ ചോദിച്ചാലോ, ഇപ്പൊ സുന്നിയാളെ വിശ്വാസപ്രകാരം പിന്നെ കുനൂത്ത് ഓതാന്നാണല്ലോ. ഓതാത്തോ എന്താണ്? സുന്നത്ത് ഒഴിവാക്കിയതാണ്. ആ സുന്നി മക്കത്ത് പോയി എന്താട്ടുക? ഒറ്റ കുനൂത്ത് ഓതുവോ? ഇല്ലല്ലോ. സുന്നിയാളെ വാദപ്രകാരം കൂട്ടുപാത്രം വേണമെന്നാണല്ലോ. അവിടെ ചെന്നാൽ കൂട്ടുപാത്രം ഉണ്ടോ? ഇല്ല.
സുന്നാള് വാദപ്രകാരം പെണ്ണ് പള്ളിക്ക് അടുക്കുന്ന പള്ളി ഹറാമാണ്. അവിടെ ചെന്നാലോ ചിലപ്പോൾ നേരെ മുമ്പിൽ ഉണ്ടാകും പെണ്ണ് നിസ്കരിക്കുന്നത്. ഈ പള്ളിക്ക് ഞാനല്ല എന്ന് പറഞ്ഞു പോകും. സുന്നാള വാദപ്രകാരം ഖുത്ബത്തും റാത്തീബും അതേപോലെ മാലയും മൗലിദും ചെല്ലാത്തവനോ ശരിയാന്ന് വിശ്വസിക്കാത്തവനോ കാലി ഖത്തീബ് ആകാൻ പറ്റൂലാണ്. അവിടുത്തെ കാലി ഖത്തീബോ ഇത് ശിർക്കാന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇത് വളരെ വേഗം നിസ്കരിക്കണില്ലേ? അപ്പൊ ആ ഒരു പാലട്ട് അങ്ങോട്ടുകളൊക്കെ കടക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അവിടെ ചെയ്യാന്ന് വെച്ചാൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് എന്ത്? നമ്മോട് മക്ക തെളിവാക്കാൻ പറഞ്ഞിട്ടില്ല, മദീന തെളിവാക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ രാജാക്കന്മാര് മാറി വരും, ഭരണാധികാരികൾ മാറി വരും, അതനുസരിച്ച് പല രീതികൾ വരും. ഇനിയിപ്പോ ഒരു കാലത്ത് അമേരിക്ക മക്ക പിടിച്ചിട്ടില്ലായിരിക്കും, പഠിച്ചം കാക്കട്ടെ, എന്നാൽ അവിടെ ഒരു പുതിയ കുറെ സംഗതി ഉണ്ടാക്കി അവിടെ അത് ദീനായി മാറും. ഇല്ല. അപ്പൊ അവിടുത്തെ ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നു, അവിടെ ഇപ്പം നടക്കുന്നു എന്നുള്ളതല്ല. നേരത്തെ റസൂലുള്ളാഹിന്റെ കാലത്ത് മക്കത്ത് എന്താള് അത് തെളിവാണ്, റസൂലുള്ളാഹിന്റെ കാലത്ത് മദീനത്ത് എന്താള് അത് തെളിവാണ്. അത് 11 റക്അത്താണ്. അത് വ്യക്തമായി ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം മക്കയിലും മദീനയിലും ലോകത്ത് പലയിടത്തും പല രീതികൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. 20 ഉണ്ടായിട്ടുണ്ട്, 23 ഉണ്ടായിട്ടുണ്ട്, 36 ഉണ്ടായിട്ടുണ്ട്, 39 ഉണ്ടായിട്ടുണ്ട്, 54 വരെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ദീനായി പരിഗണിക്കാൻ വകുപ്പില്ല. ഗവേഷകന്മാരായ പണ്ഡിതന്മാർ പല ന്യായങ്ങളും കാരണങ്ങളും പറഞ്ഞ് ഗവേഷണം ചെയ്ത ഫലം പുറത്തുവിട്ടിട്ടുണ്ടാവാം. അത് അവരും പഠിച്ചവരും ആകാ എന്നല്ലാതെ നമ്മോട് അതെല്ലാം മാതൃകയാക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മോട് മാതൃകയാക്കാൻ പറഞ്ഞത് വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ ഉത്തമ മാതൃകയിൽ തറാവീഹ് 11 ആ ഉത്തമ മാതൃകയിൽ സുബഹിയിൽ മാത്രമായി കുനൂത്തില്ല. അവിടെ മക്കത്തും കുനൂത്ത് ഓതിക്കൂടാ, മുക്കത്തും കുനൂത്ത് ഓതിക്കൂടാ. മക്കത്തും തറാവീഹ് 11 ആവണം, മുക്കത്തും തറാവീഹ് 11 ആകണം. അവിടെ എങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ എങ്ങനെ ഉണ്ടല്ലോ, അവിടെ നമുക്ക് അങ്ങനെ ആയിക്കൂടെ? ഇല്ല. നമ്മോട് അതല്ല ദീന് പഠിപ്പിച്ചത്. ദീനാകണമെങ്കിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്ന് ദീനിനെ പൂർത്തിയാക്കി തൃപ്തിപ്പെട്ട മതമായി ഇതാ തന്നിരിക്കുന്നു എന്ന് അല്ലാഹു തആല ആയത്തിറക്കി സൂറത്തുൽ മാഇദയിൽ. ആ ആയത്തിറങ്ങുമ്പോൾ ഏതാണോ ദീന് അത് മാത്രമേ ദീനുള്ളൂ. അതിനപ്പുറത്ത് ആര് ചെയ്താലും ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും സുന്നി മുജാഹിദ് വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ചൊരു കാര്യം ദീനായി തീരുമാനിച്ചാലും അത് ദീനാവുകയില്ല. സുന്നത്തിൽ എന്തോ അതേ ദീനാവുകയുള്ളൂ. അതാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന നയം. അപ്പുറത്തെ ലോകത്ത് പലയിടത്തും പല രൂപത്തിലുണ്ടാകും, പല രാജ്യത്തുണ്ടാകും, പല ദേശത്തുണ്ടാകും, പല കാലത്തുണ്ടാകും. അതിനനുസരിച്ച് ദീന് മാറുക എന്നതൊരിക്കലും പ്രായോഗികമല്ല. അപ്പൊ നബിദിനാഘോഷം മക്കത്തെ ഹറമൊന്നും ഇല്ലല്ലോ, അവിടെ ഇവിടുന്ന് ആഘോഷിക്കുന്ന അവിടെ പോയിട്ട് അത് ഇല്ലാൻ പറ്റുമായിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, വന്നു വൃത്തില്ല. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് നയം മാറൂല. പ്രമാണങ്ങൾ എന്ത് പറഞ്ഞോ അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, അതാണ് പഠിക്കേണ്ടത്. അല്ലാഹു അഅലം. ഈ 20 റക്അത്തിൽ കുനൂത്ത് ഓതുന്നുണ്ടല്ലോ, അതിന് കുനൂത്ത് എന്ന് പറയൂലേ? അത് സുബഹിയിലെ കുനൂത്തല്ല, അല്ല, അത് വിഷയം സുബഹിന്റെ കുനൂത്തിന്റെ കുനൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എനിക്കറിയില്ല. എന്താ അതിന്റെ അർത്ഥം? ശരി, അല്ല, അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറയാം. നിങ്ങൾ നേരത്തെ ചോദിച്ച സുബഹിയിലെ കുനൂത്താണ്. സുബഹിയിലെ കുനൂത്ത് വേറെ, വിത്തറിലെ കുനൂത്ത് വേറെ. വിത്തറിലെ കുനൂത്ത് ഓതാം, വിരോധമില്ല. വിത്തറിലെ കുനൂത്ത് ഓതാം. നബിയുടെ മാതൃകാ വിഷയത്തിലുണ്ട്, സഹാബിമാരുടെ മാതൃകാ വിഷയത്തിലുണ്ട്. കുനൂത്ത് എന്ന വാക്കിന് 10 അർത്ഥമുണ്ട്. കുനൂത്ത് എന്ന അറബി പദത്തിന് 10 അർത്ഥമുണ്ട്. അതിൽപ്പെട്ട ഈ വിഷയത്തിലുള്ള സാങ്കേതിക അർത്ഥമാണ് പ്രത്യേക സ്ഥലത്ത് നിർവഹിക്കപ്പെടുന്ന പ്രത്യേക ദുആ. നിസ്കാരത്തിലെ പ്രത്യേക സ്ഥലത്ത് നിർവഹിക്കപ്പെടുന്ന പ്രത്യേക ദുആ മഖ്സൂസ് ഫി മൗളിഇൻ മഖ്സൂസ് ഫി സ്വലാത്ത്. നിസ്കാരത്തിൽ പ്രത്യേക സ്ഥലത്ത് നടത്തുന്ന പ്രത്യേക ദുആ, അതിനാണ് സാങ്കേതികമായി കുനൂത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഭക്തി എന്നർത്ഥമുണ്ട്. വഖൂമു ലില്ലാഹി ഖാനിതീൻ, ഭയഭക്തിയോടുകൂടി നിങ്ങൾ നിസ്കരിക്കുക. അവിടെ കുനൂത്തിനർത്ഥം ഭക്തി എന്നാണ്. ദീർഘമായ ദുആക്ക് കുനൂത്ത് എന്ന് പറയാറുണ്ട്. അമ്മൻ ഹുവ ഖാനിത്തുൻ ആനാ അല്ലൈൽ, അവിടെ ഖാനിത്ത് കുനൂത്ത് ഓതുന്നവൻ എന്ന് പറഞ്ഞാൽ ദീർഘമായി പ്രാർത്ഥിക്കുന്നതാണ് അർത്ഥം. അപ്പൊ കുനൂത്ത് എന്ന വാക്കിന് 10 അർത്ഥം അറബി ഭാഷ പ്രകാരമുണ്ട്. അതുകൊണ്ട് എല്ലാ കുനൂത്തും പാടില്ല എന്നല്ല, ഈ 10 അർത്ഥത്തിൽ കുനൂത്ത് ഉപയോഗിക്കപ്പെടുന്നു. അതെല്ലാം അനുവദിക്കപ്പെട്ടും അല്ലാത്തൊക്കെ ഉണ്ടാവും. അവിടെ കുനൂത്ത് നിസ്കാരത്തിൽ ഓതാൻ പറ്റുന്ന ഒറ്റവാക്കി ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരാൻ സുബഹിയിലെ കുനൂത്താണ്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞത്. അപ്പൊ സുബഹിയിൽ മാത്രമായി ഒരു കുനൂത്തില്ല. വിത്ർ നിസ്കാരത്തിലെ കുനൂത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു മാതൃക വന്നിട്ടുണ്ട്. പ്രവാചകന്റെ പേരക്കുട്ടിയായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ എന്ന പേരക്കുട്ടിക്ക് നബി തങ്ങൾ ചില വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന ഹദീസിൽ കാണാം. അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമാത്തിൻ അഖൂലുഹുന്ന ഫിൽ വിത്ർ, വിത്റിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ദുആ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു. ഇമാം തുർമുദി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഹസൻ എന്ന മർത്തബയിലേക്ക് എത്തിയ ഹദീസാണത്. അപ്പൊ അതുപ്രകാരം പ്രവാചകൻ പേരക്കുട്ടിക്ക് പഠിപ്പിച്ച ഒരു ദുആ എന്ന നിലയ്ക്ക് നമുക്കും അത് ചെയ്യാം. അയാൾ ചെയ്തില്ലെങ്കിൽ അയാൾ എന്തോ ഒരു വലിയ സുന്നത്ത് ഒഴിവാക്കി എന്ന് പറഞ്ഞ് പറയാനില്ല. ചെയ്താൽ അത് ബിദ്അത്തുമല്ല. സ്വഹാബിമാർ പലരും വിത്റിൽ ഖുനൂത്ത് ഓതിയതായി വിശദമായി സ്വഹിയായി തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ചെയ്യാം. അത് മക്കത്തുണ്ട്, അത് നമ്മുടെ നാട്ടിലും
നിർവഹിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇവിടെ മുജാഹിദീങ്ങൾ ഇല്ലാന്ന് വിചാരിക്കേണ്ട. ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യൂല. അതിലത്രേ ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. നിർബന്ധമായും ചെയ്യേണ്ടതല്ല, എല്ലാവരും നിർബന്ധമായി ചെയ്യേണ്ടതല്ല, അതിൽ വിശാലതയുണ്ട്. അത് പണ്ഡിതന്മാർക്ക് വിശദീകരിച്ചു. ഷെയ്ഖ് സാഹിബ് തൈമിയ്യ റഹിമഹുള്ളാഹ് അത് നിലക്ക് പറഞ്ഞിട്ടുണ്ട്. ചില സന്ദർഭങ്ങൾ ചെയ്യാം, ഇനി ഒരാൾ ചെയ്യുന്നു, ഇടയ്ക്ക് ചെയ്യാതിരിക്കുന്നു, വിരോധമില്ല. ഒരാൾ തീരെ ചെയ്യുന്നില്ല, വിരോധമില്ല. ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതും വിരോധമില്ല. ബിദ്അത്താണെന്ന് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെയും പറഞ്ഞിട്ടില്ല. സുബ്ഹിയിലെ ഖുനൂത്തിനെ പറ്റിയാണ് പറഞ്ഞത്, അത് ബിദ്അത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹിയിൽ മാത്രമായി ഒരു ഖുനൂത്ത് നിർവഹിച്ചതായി സ്വഹീഹായ ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നില്ല. ഉള്ള റിപ്പോർട്ട് ദുർബലമാണ്. ഫഅമ്മാ ഫി സുബ്ഹി ഫലം യസൽ യഖ്നുതു ഹത്താ ഫാറഖ ദുനിയ. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം മുഴുവനും സുബ്ഹിയിൽ ഖുനൂത്ത് ഓതുമായിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് സ്വീകാര്യമല്ല, അത് സ്വഹീഹായതല്ല, ദുർബലമായ റിപ്പോർട്ടാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഖുനൂത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല. അതിനാൽ ഹനഫി മദ്ഹബിൽ ആ ഖുനൂത്തില്ല, ഹംബലി മദ്ഹബിൽ ആ ഖുനൂത്തില്ല, മാലിക്കി മദ്ഹബിൽ ആ ഖുനൂത്തില്ല, ഷാഫി മദ്ഹബിൽ മാത്രമേ ആ ഖുനൂത്ത് ഇന്ന് സുന്നത്തായി കാണുന്നുള്ളൂ. അതുകൊണ്ട് അതിൽ പ്രബലമായ ശരിയായ അഭിപ്രായം ആ ഹദീസ് സ്വഹീഹല്ല എന്നാണ്. അതിനാൽ അത് ചെയ്യാവതല്ല. അതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. ഇപ്പൊ ആ കുട്ടി ചോദിച്ചതിന്റെ ഇത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ബിദഅത്തും ശിർക്കും ചെയ്യുന്ന ഒരു സുന്നി മുസ്ലിയാരുടെ ബാക്കിൽ നിന്നിട്ട് ഒരു മുജാഹിദ് നിസ്കരിച്ചാൽ ആ മുജാഹിദ് കാഫറോ അതോ മുസ്ലിമോ? അയാൾ മുസ്ലിമാണ്. മുസ്ലിമാണ്. അത് അറിഞ്ഞാൽ മതി. സംശയമൊന്നുമില്ല, മുസ്ലിമാണ്. മറ്റോ ശിർക്കിയതുകൊണ്ട് ഇപ്പം കാഫിറാനുള്ള ആവശ്യമില്ലല്ലോ. അയാൾക്കല്ലേ പ്രശ്നമുള്ളൂ. അസ്സലാമു അലൈക്കും. അപ്പോ നബിദിനാഘോഷത്തിന് യാതൊരുവിധ തെളിവും വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലില്ല എന്ന് നേരത്തെ എൻ്റെ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് ഇവിടെ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു തുറന്ന ചോദ്യമാണ്, നബിദിനാഘോഷം ഉണ്ടായത് എപ്പോഴായിരുന്നു? അന്ന് ഈ നബിദിനാഘോഷം കടന്നു വന്നപ്പോൾ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ അതിനെ ശക്തമായി എതിർത്തതിന് വല്ല രേഖയും ഉണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബിദിനാഘോഷത്തിന് പ്രാമാണികമായ തെളിവുകളൊന്നും ഇല്ല എന്ന് നമ്മളിവിടെ വിശദീകരിച്ചു. അത് ഇല്ല എന്ന് കേട്ട ആളുകൾ പണ്ഡിതന്മാരായിട്ട് എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ടായിരിക്കാം ചോദ്യങ്ങളൊന്നും ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ ചോദിക്കേണ്ടി വന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി അതുകൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇത് എവിടുന്ന് വന്നു? ചോദ്യങ്ങൾ ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 10 മണി വരെ ടൈമുണ്ട്. ആരുണ്ടെങ്കിലുള്ള വിഷയമാണ് പറഞ്ഞത്. ഇത് വന്നത് എവിടുന്ന? ഇതിന്റെ തുടക്കം ഷിയാക്കളിൽ നിന്നാണ്. നമ്മുടെ കേരളത്തിലൊരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഷിയാക്കളിൽ നിന്നും കടമെടുത്ത നാടാണ് കേരളം. അതിൽ ഏറ്റവും പുതിയ പതിപ്പാണ് ഇപ്പൊ ഈ അടുത്ത് മുട്ടിപ്പടിയിൽ നമ്മളെ കോണോമ്പാറയിൽ നടന്ന മുഹറം വാർഷികവും മുഹറം ആഘോഷവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടും എന്ന ഷിയാക്കളുടെ ഏർപ്പാട് ഈ അടുത്ത് നടന്നത് ഷിയായിസം കേരളത്തിലേക്ക് കൊണ്ടുവരാനും പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയും അതിലേക്ക് അറിയിക്കുന്ന വിഷയവും കൂടിയാണ്. ഈ ഒരു വിഷയം മാത്രമല്ല, പല വിഷയത്തിൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ സമസ്ത പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പല ആചാരങ്ങളും കടന്നു വന്നത് ഷിയാക്കളിൽ നിന്നാണ്. നെഹ്സിന്റെ വിശ്വാസം, വസ്തുക്കളിലും സമയങ്ങളിലും ദിവസങ്ങളിലും വ്യക്തികളിലും നെഹ്സ് നിശ്ചയിക്കുന്ന, ശകുനം നിശ്ചയിക്കുന്ന ഏർപ്പാട് എവിടെന്നാ? അത് ഷിയാക്കളുടെ വിശ്വാസമാണ്. കുത്താറാത്തീബ് പോലെയുള്ള ശരീരം മുറിവാക്കിയും ശരീരം വേദനിപ്പിച്ചും ആളെ അടിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ എവിടുന്ന് വന്നതാ? ഷിയാക്കളിൽ നിന്ന് വന്നതാ. പക്ഷെ ഷിയാക്കൾക്ക് കുറച്ച് ഒറിജിനാലിറ്റി അതിലുണ്ട്, ഇത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത് വേറൊരു വിഷയം. ഇങ്ങനെ പല വിഷയങ്ങളിലും ഖബർ കെട്ടിപ്പോക്കൽ എവിടുന്ന് വന്നതാ? ജൂതന്മാരിലൂടെ വന്ന്, നസാറാക്കളിലൂടെ വന്ന്, ഷിയാക്കളിലേക്ക് വന്ന്, ആ ഷിയാക്കളിൽ നിന്ന് സമസ്തക്കാരായ ആളുകൾ കേരളത്തിലേക്ക് അത് കൊണ്ടുവന്നു. അപ്പൊ വിശ്വാസരംഗത്ത് അവിടെ പിഴവ് വന്നത് ഷിയാക്കളിലൂടെയാണ്. അതിനും ഒരു കാരണമുണ്ടായിരുന്നു. ഈ കേരളക്കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യകാലക്കാരായ പല ആളുകളും, ഇപ്പൊ മുഹമ്മദ് ഷാ, ഇവിടെ ഉണ്ടായിരുന്ന മുഹമ്മദ് ഷാ വലിയുള്ള എന്ന പേരിൽ ഏതാണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പിൽ അറിയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ഇവിടെ. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഒരു ത്വരീഖത്തിന്റെ സൂഫിയത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും തനിച്ച ഷിയായിസമായിരുന്നു കൊണ്ടോട്ടി പരിസരങ്ങളിൽ അദ്ദേഹം പ്രചരിപ്പിച്ചത്. എവിടുന്ന് വന്നതാ? അദ്ദേഹം ബോംബെയിൽ ജോലി ചെയ്തിരുന്ന ഒരു കാലഘട്ടം, അവിടുത്തെ ബഹദൂർമാരുടെ കീഴിൽ. എന്നിട്ട് അവിടുന്ന് കേരളത്തിലേക്ക് വന്നു.
അവിടുത്തെ ഷിയായിസവുമായിട്ട് അവിടെ വന്നത്. അങ്ങനെ വലിയായി നടക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ മുരീദന്മാരുണ്ടാവുകയും അങ്ങനെ അവർ ടീമായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് കൊണ്ടോട്ടിക്കൈയും പൊന്നാനിക്കൈയും ഉണ്ടായത്. ഈ മുഹമ്മദ് ഷായുടെ മുമ്പിൽ ആളുകൾ സുജൂദ് ചെയ്യുന്ന, ആളുകൾ നമിക്കുന്ന അത്ര മോശമായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു. അദ്ദേഹം ഷിയായിസം പ്രചരിപ്പിച്ച് തനിച്ച ഒരു തരം വ്യക്തമായ തെറ്റിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുമ്പോ അന്ന് അദ്ദേഹത്തിന് മറുപടി എഴുതിയ, അദ്ദേഹത്തിനെതിരെ ലേഖനം എഴുതിയ പണ്ഡിതന്മാരിൽ ഒരാളാണ് സയ്യിദ് അലവി തങ്ങൾ മമ്പുറം. ഈ മുഹമ്മദ് ഷാ വലിയുള്ളയുടെ തെറ്റായ വിശ്വാസങ്ങൾക്കെതിരെ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയ പണ്ഡിതനായിരുന്നു മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. അത്രത്തോളമായിരുന്നു അദ്ദേഹത്തിന്റെ ഷിയായിസത്തിന്റെ പ്രചാരണം. എന്നാൽ അദ്ദേഹം വലിയാണെന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ നടന്ന രക്ഷപ്പെടുമെന്ന് പറയുകയും ചെയ്തപ്പോ പൊന്നാനിക്കൈയിന്റെ ആളുകള് അവരുണ്ടാക്കിയത് മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർ കഥാബുണ്ട്. മുഹമ്മദ് ഷാ വലിയല്ല, ഓന്റെ പിന്നാലെ കൂടി ഒരു കഥാബുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാനി കൈകാരിവിടെ പദ്യങ്ങൾ എഴുതുണ്ടാക്കി. അതിന് കാരണം എന്താ? ഇവർ വേറൊന്ന് ആദ്യം ഉണ്ടാക്കിയിരുന്നു. മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ കഥാബില്ല എന്ന് പറഞ്ഞ് ഇവർ വേറൊന്നുണ്ടാക്കിയിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശകളൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകില്ല. ഷിയായിസം കൊണ്ടുവന്നത് ഇത്തരം ചില ആളുകളാണ്. അതിലൂടെയാണ് കബർ കെട്ടിപ്പോക്കുന്ന ഏർപ്പാട് കടന്നു വന്നത്. അതിലൂടെയാണ് ശകുനം നോക്കുന്ന ഏർപ്പാട് കടന്നു വന്നത്. അതിലൂടെയാണ് ചൊവ്വാഴ്ച ദിവസത്തിന് നാശം ശകുനമുണ്ടെന്ന് പറഞ്ഞ ആ ഏർപ്പാട് കടന്നു വന്നത്. ജന്മദിനാഘോഷം എവിടെ നിന്ന് വന്നതാ? അതിന്റെ ഉത്ഭവം ഷിയാക്കളിലൂടെയാണ്. ഹിജ്റ 300-ന് ശേഷം ഫാത്തിമിയ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഉബൈദിയാക്കളുടെ ഒരു ഭരണ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബിദിനാഘോഷത്തിന്റെ ചരിത്രം എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് വിശദീകരിക്കുമ്പോ പണ്ഡിതന്മാർ പറയുകയാണ്, കാനലിൽ ഖുലഫാഇൽ ഫാത്തിമിയീന في طول السنة أعياد ومواسم وهي موسم رئيس السلام وموسم أول العام ويوم عاشوراء ومولد الحسين عليه السلام ومولد فاطمة الزهراء ومولد الخليفة الحاضر وليلة أول رجب وليلة نصفه وليلة أول شعبان وليلة نصفه ويوم الميلاد. ഷാബാൻ 15-ന്റെ ആഘോഷം, ഫാത്തിമ സെഹ്റയുടെ ജന്മദിനാഘോഷം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനാഘോഷം, അങ്ങനെ പല ആഘോഷങ്ങളും അവർക്കുണ്ടായിരുന്നു. അതിൽ ഒന്നായിരുന്നു വയൗമുൽ മീലാദ്. അന്ന് ഫാത്തിമിയാക്കൾ തുടക്കം കുറിച്ചതാ. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. മുൻകാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ ഷാഫി പണ്ഡിതന്മാർ തന്നെ, മാലിക്കി പണ്ഡിതന്മാർ തന്നെ എന്താ അവർ പറഞ്ഞത്? ഇന്ന അവ്വല മൻ ഹദസ തിൽക്കൽ ഇഹ്തിഫാലാത്തി ബിൽ മവാലിദി സിത്ത ഐ മൗലിദുൻ നബി ومولد علي وفاطمة والحسن والحسين ومولد الخليفة الحاضر. അൽ ഖലീഫത്തുൽ ഹാദിർ എന്ന് പറഞ്ഞാൽ അന്ന് നിലവിലുള്ള ഖലീഫ അവരുടെ ആരാണോ അവരുടെയും ജന്മദിനം ആഘോഷിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഹുവൽ മുഅസ്സു ലിദീനില്ലാ, മുഅസ്സു ലിദീനില്ലാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖലീഫയായിരുന്നു. അപ്പൊ ആ ഖലീഫയുടെ ജന്മദിനാഘോഷം, ഹസന്റെ, ഹുസൈനിന്റെ, ഫാത്തിമയുടെ, അതേപോലെ അലിയുടെ, അതേപോലെ മൗലിദുൻ നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം തുടക്കം കുറിച്ചത് ഹിജ്റ 362-ൽ അന്ന് ഷിയാക്കളായിരുന്നു, ഉബൈദിയാക്കൾ. ഫാത്തിമി ഭരണകൂടം എന്നവരെ കുറിച്ച് പറയാറുണ്ട്. ആ ഉബൈദിയ ഭരണകൂടം ഏറ്റെടുത്ത അതിൽ ഒന്നാമത്തെ പ്രഥമ വ്യക്തി ഉബൈദിയൂൻ. ആരാണവർ? കേട്ടോളൂ, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി. വകാന അവ്വലു മൻ മലക മിൻഹുൽ മഹ്ദി وكان من سلمية حدادا وكان يهوديا فدخل بلاد المغرب فتسمى بعبيد الله. ഉബൈദ് എന്ന പേരിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും എന്നിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇസ്ലാമിന്റെ പുറം വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ജൂതൻ കടന്നു വരികയും ചെയ്തു. ആ ജൂതൻ വാദിച്ചു, അന്നഹു ശരീഫുൻ അലവിയുൻ ഫാത്തിമിയുൻ, ഞാൻ അലവിയാണ്, അലിന്റെ ടീമാ, ഫാത്തിമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാദിച്ചു കടന്നു വന്നു. വഖാല അൻ നഫ്സിഹി ഇന്നഹുൽ മഹ്ദി, ഞാൻ തന്നെയാണ് മഹ്ദി എന്ന് ആ ജൂതൻ വാദിക്കുകയും ചെയ്തു. വഖദ് റാജ ലിഹാദ ദാഇ അൽ കദ്ദാബ് മഫ്തറാഹു ഫീ തിൽകൽ ബിലാദി വവാസറഹു ജമാഅത്തുൻ മിനൽ ജഹലതി വസ്വാറതു ലഹു ദൗലത്തുൻ വസൗലത്തുൻ. അദ്ദേഹത്തിന്റെ വാദം പ്രചരിപ്പിച്ചു. പല ആളുകളും പിന്നാലെ കൂടി, അധികാരങ്ങളുണ്ടായി, അദ്ദേഹം അവസാനം രാജാവായി. എന്നിട്ടോ തുമ്മ തമക്കന ഇലാ അൻ ബനാ മദീനതൻ സമ്മാഹൽ മഹ്ദിയ, അൽ മഹ്ദിയ എന്ന് പേരുള്ള ഒരു രാജ്യം തന്നെ അവിടെ സ്ഥാപിച്ചു അവര്. നിസ്ബത്തൻ ഇലൈഹി, ഈ വ്യക്തിയുടെ പേരിലേക്ക് ചേർത്തുകൊണ്ട്. വസ്വാറ മലികൻ മുതാഅൻ യുൽഹിറു റഫ്ള വയംതവി അലൽ കുഫ്രിൽ മഹദ്, ഉള്ളിൽ കുഫർ മറച്ചു വെച്ചുകൊണ്ട് പുറത്തേക്ക് ഷിയായിസം പ്രകടിപ്പിച്ച, കാരണം അന്നത്തെ അധികം ആളുകളും അതിന്റെ വക്താക്കളായിരുന്നു ആ കാലഘട്ടത്തിൽ ആ രാജ്യത്ത്.
അപ്പൊ അവിടെ നിലനിൽക്കാൻ പുറത്തേക്ക് ഷിയായിസം പ്രകടിപ്പിക്കുകയും ഉള്ളിലേക്ക് കുഫർ മറച്ചു വെക്കുകയും ചെയ്തുകൊണ്ട് ഈ ജൂതൻ പ്രവർത്തിച്ചു. അങ്ങനെ അവസാനം അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് അധികാരിയായി, ശേഷം മകൻ മൻസൂർ അധികാരിയായി. അങ്ങനെ ഓരോരുത്തരും അധികാരസ്ഥാനം ഏറ്റെടുത്ത് ഏതാണ്ട് 280 കൊല്ലത്തോളം ഭരണം നടത്തിയ ആ ഉബൈദിയാക്കൾ, അവർക്ക് ആ ഫാത്തിമിയാക്കൾ എന്ന് പറയുന്നത് ജൂതന്മാരിലൂടെ തുടക്കം കുറിച്ച ഷിയായിസം പ്രചരിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന അവരാണ് ഈ ജന്മദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത്. പ്രവാചകന്റെ അനുവാദം അതിനില്ല, പ്രവാചകന്റെ നിർദ്ദേശം അതിനില്ല. അത് ഇല്ല 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 എന്ന് പറഞ്ഞിട്ടും പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും അതിന്റെ പേരിൽ ചൂഷണം നടത്തുകയും ചെയ്യുന്ന ഈ പണ്ഡിതന്മാർക്ക് എന്ത് ഇത്രയും നേരം ഇവിടെ നിന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാൻ അവർക്ക് ധൈര്യം വരാഞ്ഞത്? വേറെ ആരെങ്കിലും വല്ലതൊക്കെ വിവരമില്ലാത്ത കാര്യങ്ങൾ സാധാരണക്കാര് എന്തെങ്കിലും പറയുമ്പോ അതിന്റെ പേരിൽ മുദ്രാവാക്യം വിളിക്കലും അല്ലാഹു അക്ബർ പറയലും ഇതല്ലല്ലോ സുഹൃത്തുക്കളെ പരലോക വിജയത്തിന്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ തുടക്കം ഷിയാക്കളിലൂടെയാണ്. പിന്നീട് അത് ഈ ഉബൈദിയാക്കൾ ഹിജ്റ 347 മൗസിൽ എന്ന് പറയുന്ന സ്ഥലം പിടിച്ചടക്കി. അവിടെ ഉണ്ടായിരുന്ന സൂഫിയായിരുന്നു ഉമർ ബിൻ മുഹമ്മദ് മുല്ല. അദ്ദേഹം അത് ഏറ്റെടുത്തു. ആ ഉമർ മുല്ലയാണ് പിന്നീട് അത് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ കാലം മുന്നോട്ട് പോരുകയാണ്. വകാന അവ്വലു മൻ ഫഅല ദാലിക ബിൽ മൗസിൽ അശ്ശൈഖ് ഉമർ ബിൻ മുഹമ്മദ് മുല്ല അഹദു സ്വാലിഹീൻ അൽ മശ്ഹൂരീൻ. മശ്ഹൂർ ആയ സ്വാലിഹീങ്ങളിൽ പെട്ട ഒരാളായ ഉമർ മുഹമ്മദ് മുല്ല എന്ന ആള് പിന്നീട് അത് നടപ്പിലാക്കി. അവസാനം പിന്നെ അത് എവിടേക്ക് വന്നു? അങ്ങനെയാണ് മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന ഇർബൽ ഭരിക്കണ കാലവും കെങ്കേമമാൻ. ഇർബൽ ഭരിച്ചിരുന്ന മുളഫർ രാജാവ് ഹിജ്റ 500-കളില് അദ്ദേഹം അതെന്ത് ചെയ്തു? ഈ മൗലിദ് അങ്ങോട്ട് വ്യാപകമാക്കി, അതങ്ങോട്ട് പ്രചരിപ്പിച്ചു. അത് വലിയ തോതിൽ നടത്താൻ തുടങ്ങി. അങ്ങനെ 5000 കോഴി, 10000 ആട്, 30,000 ഹലുവയുടെ പാത്രങ്ങൾ, 3 ലക്ഷം ദീനാറോളം ജന്മദിനത്തിന് ചെലവാക്കലുകൾ അങ്ങനെ അങ്ങോട്ട് പ്രചരിപ്പിച്ചു. പിന്നെ പണ്ഡിതന്മാരെന്താ എഴുതിയത്? അതിനുശേഷം ലോകത്തിന്റെ പല ഭാഗത്തേക്കും അത് വ്യാപിക്കാൻ തുടങ്ങി. പല ആളുകളാലും അത് ഏറ്റെടുത്തു. അങ്ങനെ ജൂതന്മാരിലൂടെ നട്ടുപിടിപ്പിച്ച് ഷിയാക്കളിലൂടെ കടന്നു വന്ന് പല സൂഫികളിലൂടെയും രംഗപ്രവേശനം ചെയ്ത ഒരു വിഷയമാണ് ജന്മദിനാഘോഷം എന്നുള്ളത്. പ്രവാചകൻ അതിരറ്റ് സ്നേഹിച്ച സുഹാബത്തിനോ ഭാര്യമാർക്കോ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ ഒരു ആഘോഷം അവർ ചെയ്തതായി കാണുക സാധ്യമല്ല. ഇതിന്റെ പേരിൽ ഇവർ നടത്തുന്ന എന്തെടുത്ത് പരിശോധിച്ച് നോക്കിയാലും എല്ലാം ഷിയായിസം തന്നെയാ. അതുകൂടി സൂചിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയട്ടെ. മങ്കൂസ് മൗലിദിൽ കാണാം അലാഹു വല്ലദീ തവസ്സല ബിഹി ആദം. തുടങ്ങുന്നതിന് അങ്ങനെയാ. وافتخر بكونه والدا واستغاث به نوح فنجا من الردى وكان في صلب ابراهيم عليه السلام حين القي في النار فعاد وصار له بها مخمدا. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് ഈ പ്രവാചകൻ തവസ്സുൽ തേടി, തവസ്സുലാക്കി പ്രാർത്ഥിച്ചു. ആദം നബി നബിയെ കൊണ്ട് തവസ്സുലാക്കി പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ പ്രളയത്തിൽ പെട്ടപ്പോ മുഹമ്മദ് നബി ഉണ്ടായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ ഓരോരോ കാലഘട്ടത്തിലും മങ്കൂസ് മൗലിദിന്റെ തുടക്കം അങ്ങനെയാണ്. എന്നാൽ ഷിയാക്കൾ എന്താ പറയുന്നതെന്നറിയോ? അവർ എഴുതിയിട്ടുള്ള ബിഹാറുൽ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ, വസായിൽ ഷിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവർ എഴുതിയത് എന്താ? ലമ്മ അശ്റഫ നൂഹ് അലൈഹിസ്സലാം അലൽ ഗർഖി ദഅല്ലാഹു ബിഹഖിനാ ഫദഫഅല്ലാഹു അൻഹുൽ ഗർഖ്. നൂഹ് നബി ആ കപ്പലില് പ്രളയത്തിൽ അകപ്പെട്ടപ്പോ ഞങ്ങളുടെ ഇമാമുമാരായ 12 ഇമാമുമാരുണ്ട്. അതുകൊണ്ട് ആ ഷിയാക്കൾക്ക് പിന്നെ ഇസ്നാ അശ്രിയ എന്ന് പറയുന്നത് ആ ഇമാമുമാർ അവർക്ക് അള്ളാഹിനേക്കാൾ വലിയ സ്ഥാനമാണ്, നബിമാരെക്കാൾ വലിയ സ്ഥാനമാണ്. നബിമാർക്ക് തെറ്റുപറ്റിയാലും ഇമാമുമാർക്ക് തെറ്റുപറ്റൂലെന്ന അവരുടെ വാക്കുകൾ അള്ളാന്റെ വാക്ക് പോലെയാണെന്ന അങ്ങനെ ആ ഇമാമുമാരിൽ അതിൽ കവിഞ്ഞ ആളുകൾ ആ ഷിയാക്കൾ പറയാണ് ഞങ്ങളുടെ 12 ഇമാമുമാരുണ്ട്. ആ ഇമാമുമാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നൂഹ് നബി അന്ന് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടത്. വലമ്മാ റൂമിയ ഇബ്രാഹിമു ഫിന്നാർ, ഇബ്രാഹിം നബിയെ തീയിലേക്ക് എറിഞ്ഞപ്പോ ദഅല്ലാഹു ബിഹഖിനാ, ഞങ്ങളുടെ ഇമാമുമാരുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഫജഅല അന്നാറ അലൈഹി ബർദം വസലാമ, ആ തീയിൽ അല്ലാഹു തണുപ്പും സമാധാനവും ആക്കി കൊടുത്തു. വഇന്ന മൂസ ലമ്മാ ളറബ തരീഖൻ ഫിൽ ബഹരി ദഅല്ലാഹു ബിഹഖിനാ ഫജഅലഹു യാബിസ, കടല് ഉണക്കി കൊടുത്തത് ഈ ഇമാമുമാരുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ്. അപ്പൊ തവസ്സുലാക്കിയത് ആരെ കൊണ്ട്? ആദം നബി. ആരെ കൊണ്ടാ? നൂഹ് നബി. മങ്കൂസ് മൗലിദ് പറയുന്നത് മുഹമ്മദ് നബിയെ കൊണ്ടാണ്. ഷിയാക്കളുടെ ഗ്രന്ഥം പറയുന്നത് അവരുടെ ഇമാമുമാരെ കൊണ്ടാണ്. ഇനി ബഹജത്തുൽ അസ്റാർ എടുത്താലോ, ഫുയൂദാത്ത്, അതിന് പറയാന്താ? അത് മുഹ്യിദ്ദീൻ ശൈഖിനെ കൊണ്ടാണ്. സഹോദരന്മാരെ, ഇതൊക്കെ കളവാ. അല്ലാഹു തആല പറയുന്നത് സത്യം. ബഹജത്തുൽ അസ്റാറിൽ പറഞ്ഞത് നൂഹ് നബി രക്ഷപ്പെട്ടത് മുഹ്യിദ്ദീൻ ശൈഖ് ഉള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ മൂസാ നബിയുടെ വടി അത് മുഹ്യിദ്ദീൻ ശൈഖാണ്. അത് നീട്ടിക്കൊടുത്തതും അത് ഉണ്ടാക്കി കൊടുത്തതും. ഇസ്മായിൽ നബിയുടെ അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ മുഹ്യിദ്ദീൻ ശൈഖ് ഉണ്ട്.
ഇബ്രാഹിം നബി ഈ തീയിലേക്ക് എറിഞ്ഞപ്പോ ആ തീയ് തണുത്തുപോയത് ഇവിടെ മുഹദ്ദി ഷേഖിന്റെ പ്രാർത്ഥനയും മുഹദ്ദി ഷേഖിന്റെ ഇടപെടലുമാണ്. ഇത് ഫുയൂദാത്തിൽ വന്നതാ. ഏതാ ശരി? ഷിയാക്കൾ പറയുന്നത് ഇസ്നാ അശരിയ ഇമാമുമാരാണ് എന്ന്, മങ്കൂസ് മൗലിദിൽ പറയുന്നു മുഹമ്മദ് നബിയാണ് എന്ന്, ബഹജത്തുൽ അസ്റാറിൽ പറയുന്നു മുഹദ്ദി ഷേഖാണ് എന്ന്. അല്ലാഹ് പറയുന്നു വഹമൽനാഹു അലാ ദാത്തി അൽവാഹി വദുസുർ തജ്രി ബിഅയുനിനാ ജസാഅൻ ലിമൻ കാന കുഫിർ. നമ്മളെ രക്ഷപ്പെടുത്തിയത് നൂഹ് നബിയെ. ഇബ്രാഹിം നബി രക്ഷപ്പെടുത്തിയത് ആരാ? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹ് പറയാ ഞാനാ രക്ഷപ്പെടുത്തിയത്. ഇസ്മായിൽ നബിനെ അറുക്കണ്ട, ആടിനെ അറുത്താ മതി. ആരാ പറഞ്ഞത്? വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സബ്ദഖത റുയ ഇന്നാ കദാലിക നജ്ദിൽ മുഹ്സിനീൻ. നിങ്ങൾ ആ സ്വപ്നം നടത്തിയിരിക്കുന്നു, നിങ്ങൾ ഇനി ആടിനെ അറുത്താ മതി, നിങ്ങൾ മുഹ്സിന. അല്ലാഹ് ഇറക്കി കൊടുത്തു ആടിനെ. ഇവിടെ കടപെട്ടത് അല്ലാഹു ആണ്. നോക്കി നിങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് തനിച്ച ഷിയായിസമാണ് മാലകളും മൗലൂദുകളും. അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നിലക്കുള്ള ജന്മദിനാഘോഷം കടന്നു വന്നതും ഷിയാക്കിലൂടെ തന്നെയാണ്. മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെയാണ് അതിനെ എതിർത്തത്. ഒരാൾ സുന്നത്താന്ന് പറഞ്ഞിട്ടില്ല. അംഗീകരിച്ച സുയൂത്തി പോലും പറഞ്ഞത് എന്താ? ബിദ്അത്തുൻ ഹസന, അത് ഹസനത്തായ ബിദ്അത്താണെന്നാ. അത് അദ്ദേഹത്തിന്റെ നിർവചനമായിരിക്കാം. ഇസ്ലാമിൽ അങ്ങനെ ഹസനത്തായ നിർബന്ധത്തില്ല. കുല്ലു ബിദ്അത്തിൻ ദലാല. വേറെ ചില പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞു. അത് ഈ കാലഘട്ടത്തിലുണ്ടായ ഒരു നല്ലതായ ഏർപ്പാടാണ് ചില ആളുകൾ പറഞ്ഞു. ആരും സ്വഹാബത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല, പ്രവാചകൻ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല, സ്വഹാബത്തിന്റെ മാതൃകയുണ്ട് എന്നും മുൻഗാമികളെ ഒരാളും പറഞ്ഞിട്ടില്ല. മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാരും ഇമാം താജുദ്ദീൻ ഫാക്കിഹാനിയെ പോലെയുള്ള, അതേപോലെ തന്നെ ഇബ്നുൽ ഹാജിനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അത് ബിദ്അത്താണ്. മുൻഗാമികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ തുടങ്ങിയത് എവിടെയാ? ഷിയാക്കളിലൂടെയാണ്. അതുകൊണ്ട് ഈ ഷിയായിസം നിങ്ങൾ ശരിക്ക് തിരിച്ചറിയണം. പല വിഷയങ്ങളിലും ഷിയാക്കളുടെ ആദർശം ഇവിടെ കേരളത്തിൽ പ്രചരിപ്പിക്കുവാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഇവിടെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവോ, ഇവിടെ നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവോ എന്ന് ചോദിച്ചിട്ട് ആ നിലക്ക് സംസാരം മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി നാളെ പുഴക്കാട്ടിലത്തെ ആൾക്കാർ ആ പള്ളി പോയാൽ അവിടുത്തെ ഇമാമ് പറയാ ഞാൻ മുശ്രിക്കാണ്, എന്റെ ബിലാൽ നിസ്കരിക്കണ്ട പറഞ്ഞാല് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പോരും തന്നെ. അല്ലെങ്കിലോ അള്ളാഹുവിൽ അധികം ആളുകൾ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ്. ശിർക്കും ചെയ്യുന്നുണ്ട്, ഒപ്പം ഈമാനുണ്ട്. അത് നിങ്ങളുടെ റബ്ബുമായി എന്നല്ലാണ്ട് നമസ്കരിക്കുന്നത് ഞങ്ങൾക്കത് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കാര്യങ്ങളും ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ കാര്യങ്ങൾ അത് അവർ നോക്കിക്കൊള്ളും. അവനവന്റെ ശിർക്കിലൂടെ എന്ന് പറഞ്ഞല്ലോ, ആ കർമ്മങ്ങൾ തകർന്നു പോകുന്ന, നരകം ശാശ്വതമായി തീരുന്ന, നരകത്തിന് രക്ഷിക്കുന്ന ഒരു സഹായിയുമില്ലാത്ത ആ നിലക്ക് നരകത്തിലേക്ക് പോയി പതിക്കുന്ന ആ തെറ്റായ കർമ്മം അവനവൻ ഒഴിവാക്കിയാൽ അവനവന് നന്നു എന്ന് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ അതനുസരിച്ച് ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മുടെ സഹോദരൻ ഷുഹൈബ് അവസാനം ചോദ്യം ചോദിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. സമയപരിധിക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കണം. ഒരു ചോദ്യത്തിനുള്ള അവസരം ഷുഹൈബിന് നൽകുക. വേഗം കൊടുക്കി. ഞാൻ പുതിയ ചോദ്യമല്ല, പഴയ ചോദ്യത്തിന് ഉത്തരം തരാൻ പോയക്കാട്ടിലങ്ങാടിയിൽ മുജാഹിദീങ്ങൾ ഇല്ല എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞു. എന്റെ ചോദ്യം ഖതീബിനെ തുടർന്നാല് പോയക്കാട്ടിലുള്ള മുജാഹിദീങ്ങളെ നിസ്കാരം ബാത്തിലാന്ന് ഫൈസൽ മുസ്ലിം പറഞ്ഞു. അപ്പോൾ ഒരു കഥാവ് വീട്ടണ്ടേ? ഈ ഷർന്നും ഫർത്തും ഒക്കെ നേരത്തെ മൗലിദ് നബിദിനാഘോഷത്തിന് നിങ്ങളെപ്പുറത്തിരിക്കണ മൗലിയിൽ പറഞ്ഞു. ഇപ്പുറത്തുള്ള ആള് അയാൾ പറഞ്ഞത് നബിദിനാഘോഷത്തിന് ഷർത്തും ഫർളും എന്നാണ്. ഒരാളെ ഇമാമായി നിന്ന് തുടരണമെങ്കിൽ അതിന് ചില ഷർത്തും ഫർളൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചുണ്ട്. പിന്നെയുള്ള ചോദ്യം, പിന്നെയുള്ള വർത്താനം എന്താ വെച്ചാൽ ഇവിടെ ചോദിച്ച് ഇവിടെ സക്കാഫിമാരുണ്ട്, ഫൈസിയാളുണ്ട്, അഹ്സനിയാളുണ്ട് അതൊക്കെ പറഞ്ഞു. ഈ ഫൈസി, അഹ്സനി, സക്കാഫി ബിരുദൊക്കെ ഓരോതൊക്കെ പഠിച്ചിട്ടാ കിട്ടണേ. നിങ്ങളെ പോലെ പൗതിക്ക് നിർത്തിപ്പോയിട്ടല്ല. ശരി, ഒരു പേരുണ്ടെന്നത് ധാരണ നല്ലതാണ്, പക്ഷെ ഓർക്ക ധാരണ ഇല്ല. അതുകൊണ്ടാ വരാത്ത നിങ്ങൾ നോക്കിക്കൊണ്ടേ ഇനി നടക്കാൻ പോണ 8 മുഖാമുഖത്തോടെ ഈ മജീദ് അവിടെ വരുന്നല്ലാതെ ഈ നിലയ്ക്ക് പഠിച്ചു നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, ഒരൊറ്റൊന്നും വരില്ല, ഒരു സംശയവും വേണ്ട. ഒരാരും വരില്ല. ഓര് വന്നാൽ നമുക്ക് വലിയൊരു സന്തോഷമാണ്. ഇവിടെയും അത് വരാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വെച്ചത്. ഇനിയിപ്പോ ഇൻഷാല്ല 18-ാം തീയതി പെരുന്തൽമണ്ണ അവിടേക്ക് വന്നേക്കും. 18-ാം തീയതി പെരുന്തൽമണ്ണ ഉണ്ട്, 14-ാം തീയതി വേങ്ങനുണ്ട്. ഇനി ഇവിടെ ഇൻഷാല്ല മുഖാമുഖം തന്നെയാണ് വായിച്ചാണ്. അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു വരട്ടെ. അല്ല ഓട്ടർഷ ഓടിക്കുവാനും മരക്കച്ചവടക്കാരനും അത് ചോദിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഞാൻ അല്ലാത്തമ്മന്നോട് കുഴപ്പമില്ല, ഷുഹൈബ് ചോദിച്ചു, ആരും ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒക്കെ ചോദിക്കാം. മജീദ് അതിലൊന്നും പെടുത്താൻ പറ്റൂലാന്നത് അത് ഓനും അറിയാം. അവിടെ ഇല്ല മജീദ് എന്നത് മഫ്ഹൂമാണ്, അത് മജീദിനും അറിയാം, എല്ലാവർക്കും അറിയാം. അവിടെ ഇനി അടിക്കാൻ പോണ എല്ലാ നോട്ടീസും ഇപ്പൊ തന്നെ പ്രഖ്യാപിച്ചു ഇല്ല മജീദ്.
ഇനിയിപ്പോ അവിടെ ഇല്ലാന്ന് പറയണ്ട. ചങ്ങനകുളത്ത് പറഞ്ഞാണ്, ചങ്ങനകുളത്ത് മജീദ് വന്നപ്പോ ഓരോട് തന്നെ പറഞ്ഞാണ് നീ എവിടെയും എന്റെ കാര്യം ഇല്ലാന്ന്. അപ്പൊ വണ്ടിക്കായി ഇങ്ങോട്ട് കൊടുത്താണ്ട് ഞങ്ങൾ അറിയില്ല. അപ്പൊ ഏതായിരുന്നാലും ഓല നിസ്കാരം ബാത്തിലാണ് നമുക്ക് എപ്പോഴും ബേജാറ്. ഓല നിസ്കാരം ബാത്തിലാണ്, പ്രശ്നമില്ല. നിങ്ങളെ ഖത്തീബ് ഞാൻ മുസ്ലിക്കാണെന്ന് പ്രഖ്യാപിക്കുന്ന ആളാണോ, എന്നാൽ മൂപ്പര നിസ്കാരം ബാത്തിലാണ്. അയാളെ നിസ്കാരം ബാത്തില, അയാളെ പിന്നിൽ നിങ്ങൾ നിസ്കരിക്കരുത്, മുജാഹിദീങ്ങൾ നിസ്കരിക്കൂല. അയാൾ, ഞാൻ നേരത്തെ പറഞ്ഞത്, അയാൾ പ്രഖ്യാപിക്കുക ഞാൻ മുസ്ലിക്കാണ്, ഞാൻ ശിർക്ക് ചെയ്യുന്ന ആളാണ് എന്ന് അയാൾ പ്രഖ്യാപിച്ചാൽ അയാളെ ഉടനെ പിരിച്ചുവിടുക. അയാളെ ബാക്കിൽ നിങ്ങൾ ആരും നിസ്കരിക്കരുത്, ഈ നാട്ടിൽ നിസ്കരിക്കരുത്, മുജാഹിദീങ്ങൾ നിസ്കരിക്കൂല. അങ്ങനെ പ്രഖ്യാപിക്കാത്ത കാലത്തോളം നമുക്ക് മൊത്തത്തിൽ മുസ്ലിമീങ്ങളെ പിന്നിൽ നിസ്കരിക്കാം. ഒരാൾ മുസ്ലിമാണോ, അതാണ് അതിന്റെ ഷർത്ത്. ഒരാൾ മുസ്ലിമാണോ നിസ്കരിക്കാൻ നബി തങ്ങൾ പറഞ്ഞു, അബൂദാവൂദ് ഉദ്ധരിച്ചു, സ്വല്ലു ഖൽഫ കുല്ലി ബർരിൻ വഫാജിരിൻ, എല്ലാ നല്ലവന്റെയും എല്ലാ തെമ്മാടിയുടെയും പിന്നിൽ നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക. എല്ലാ നല്ലവന്റെയും എല്ലാ തെമ്മാടിയുടെയും പിന്നിൽ നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക. അബൂദാവൂദ് ഉദ്ധരിച്ച റിപ്പോർട്ടാണ്. ഇമാം ബുഖാരി ഹദീസിൽ കാണാം, ഭാവിയിൽ ചില ഇമാമുമാർ വരും, നിങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യും. അവർ നിസ്കരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരെ പിന്നിൽ നിസ്കരിക്കുക. അവർ ചെയ്തത് ശരിയാണെങ്കിൽ അതിന് നേട്ടം നിങ്ങൾക്കും അവർക്കുമുണ്ട്. അവർ ചെയ്തത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമില്ല, നഷ്ടം അവർക്കാകുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു മുസ്ലിമാണ്, ബാങ്കും ഇഖാമത്തും കൊടുത്തു, അയാൾ നിസ്കരിക്കുന്നു എങ്കിൽ നമുക്ക് പിന്നെ നിസ്കരിക്കാം. ഇനി അയാൾ പ്രഖ്യാപിക്കുക ഞാൻ ശിർക്ക് ചെയ്യുന്ന ആളാണ്, ഞാൻ മുസ്ലിക്കാണ് എന്ന് പറഞ്ഞാൽ അയാളെ ഉടനെ പിരിച്ചുവിടുക. ശമ്പളം ബാക്കിയുള്ള പോലും കൊടുക്കാൻ പാടില്ല, മുസ്ലിമീങ്ങൾ സ്വത്തെ കൊടുക്കാൻ പാടില്ല. അങ്ങനെ അയാൾ മരിച്ച മുസ്ലിങ്ങളെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാനും പാടില്ല. അത് പൊതു നിയമമാണ്, അത് സുന്നി മുജാഹിദ് നിയമമല്ല. അതുകൊണ്ട് ഇവിടുത്തെ മുജാഹിദുകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഓർക്ക് ഈ മസ്ല നന്നായിട്ട് അറിയാം. ആ അറിഞ്ഞു ഉറപ്പുള്ളോടത്തെ ഒരു പോണുണ്ടാവുള്ളൂ, അല്ലാത്തത് പോണില്ല. അല്ലാത്തത് പോണ്ടോ അത് ശരിയല്ല. മുജാഹിദ് പോയാലും ശരി, ഷുഐബ് പോയാലും ശരി, അത് ശരിയല്ല. അതേപോലെ നബി തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ലാ സ്വലാത്തന വസ്തഖബല ഖിബ്ലതന വഅകല ദബീഹതന ഫഹു മുസ്ലിം. നമ്മുടെ നിസ്കാരം ആര് നിസ്കരിച്ചുവോ, നമ്മുടെ ഖിബ്ലയെ ആര് ഖിബ്ലയായി സ്വീകരിച്ചുവോ, നാം അടുത്തത് ആര് ഭക്ഷിക്കുന്നുവോ അവന് മുസ്ലിമാണ്. മുസ്ലിമീങ്ങൾക്കുള്ള അവകാശങ്ങളെല്ലാം അവനുണ്ട്, മുസ്ലിമീങ്ങൾക്കുള്ള ബാധ്യതയെല്ലാം അവനുണ്ട്. അതെല്ലാം ഈ വിഷയത്തിലെ പൊതു അധ്യാപനങ്ങളാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് മിമ്പർമ കയറി കൊലവിളി നടത്തിയ ആളാണ്. മിമ്പർ കയറിയിട്ട് കൊലവിളി ഇന്നി ലഅറാ റൂസൻ ഖദ് ഐനഅത് വഅനാ ഖിതാഫുഹാ വഇന്നി ലസ്വാഹിബുഹാ എന്ന് മിമ്പർമെന്ന് പ്രഖ്യാപിച്ച ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഇവിടെ ചില തലകൾ മൂത്ത് പാകമായിട്ടുണ്ട്, കൊയ്തെടുക്കാൻ സമയമായിട്ടുണ്ട്, ഞാനായിരിക്കും കൊയ്തെടുക്കുക എന്ന് മിമ്പർമെന്ന് പ്രഖ്യാപിച്ച ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ആ ഹജ്ജാജിന്റെ പിന്നിൽ സ്വഹാബിയായ അനസ് റളിയല്ലാഹു നിസ്കരിച്ചുവെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ പൊതു അധ്യാപനം അതാണ്. ഇനി അതല്ല നിസ്കരിക്കാൻ പോകാൻ പറയാം ഞാൻ മുസ്ലിക്കാണ്, ഞാൻ ശിർക്ക് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ആ ഇമാമ് സുന്നിയാവട്ടെ മുജാഹിദാകട്ടെ, മഅ്മൂമ് സുന്നിയാവട്ടെ മുജാഹിദാകട്ടെ, അയാളെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റൂല. അത് പുഴക്കാട്ടിലും പറ്റൂല, ലോകത്ത് എവിടെയും പറ്റൂല. അതാണ് ഒരു നിയമം. ഞാൻ ഇവ ഓർക്കം വരെ വെക്കണ്ട, അവിടെ കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ അങ്ങോട്ട് നിശ്ചയിക്കപ്പെട്ട ഒരുപാട് മുഖാമുഖങ്ങളുണ്ട്, അല്ലാത്ത പ്രോഗ്രാമുണ്ട്. 14-ാം തീയതി ഇൻഷാല്ലാ വേങ്ങര ടൗണിൽ മുഖാമുഖമുണ്ട്, 18-ാം തീയതി പെരിന്തൽമണ്ണയിൽ മുഖാമുഖമുണ്ട്. അവിടെ അങ്ങോട്ട് ഇൻഷാല്ലാ നബിദിനവുമായി ബന്ധപ്പെട്ട് മുഖാമുഖം ഇൻഷാല്ലാ ഒരുപാട് നടക്കാൻ പോവുകയാണ്. ഇനി വാദപ്രതിവാദമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ നമ്മൾ പണ്ട് ഗണന പ്രസംഗം നടത്തിയല്ലോ, നിങ്ങളുടെ MT ദാരിമേറ്റ്. കഴിഞ്ഞ റബീഉൽ വ്യവസ്ഥ അയാൾ ഇപ്പോഴും വന്നിട്ടില്ല. കഴിഞ്ഞ റബീഉൽ മാസത്തിന് വ്യവസ്ഥ കണ്ണൂർ വെച്ചിട്ട് അവസാനം പോയി 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 ഈ റബീഉൽ ആകാൻ നേരത്ത് ഞങ്ങളെ പ്രവർത്തകന്മാരെ പിന്നെയും അയക്കി ചെന്നു, ഉസ്താദ് ഇങ്ങനെ നോക്കിയല്ലേ ചേച്ചി. അവസാനം ജനുവരി 10 ഡേറ്റ് സമ്മതിച്ചിട്ടുണ്ട്. മുങ്ങിയില്ലെങ്കിൽ ഇൻഷാല്ലാ അതും നടക്കും. ഞങ്ങൾ റെഡിയാണ്. എത്ര ചോദിച്ചാലും വ്യവസ്ഥ ഇനിയിപ്പോ ഞങ്ങൾ ആദ്യം ഞങ്ങളെ വാദം എഴുതി, നബിദിനാഘോഷം പ്രവാചകർക്കോ സ്വഹാബത്തിനോ താബിഉകൾക്കോ താബിഉകൾക്കോ പരിചയമില്ല, അത് ബിദ്അത്താകുന്നു. ഞങ്ങളെ വാദം എഴുതി. ഒരു വാദം എഴുതി എന്താ അറിയോ, നബിദിനാഘോഷം ശിർക്കാണ് എന്ന മുജാഹിദ് വാദം ശരിയല്ല. എങ്ങനെയുണ്ട്? അവിടുത്തെ കുട്ടികൾ ആകണ്ട് സുന്ന കിടക്കുന്നത്, ഉസ്താദ് നബിദിനാഘോഷം സുന്നത്താണ് എഴുതിക്കാളി. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങൾ ബിദ്അത്ത് എഴുതുമ്പോൾ ഒരു സുന്നത്ത് എഴുതണ്ടേ? വേണ്ട, ബിദ്അത്ത് അല്ലാന്ന് എഴുതണ്ടേ? അതും എഴുതിയില്ല. നമ്മൾ എഴുതിയത് നബിദിനാഘോഷം ബിദ്അത്താണ്, ഓരോ എഴുതാ ഇത് ശിർക്കാന്നുള്ള നിങ്ങളെ വാദം ശരിയല്ല, ബിദ്അത്ത് എന്നുള്ള നിങ്ങളെ വാദം ശരിയല്ല എന്നല്ല. അപ്പൊ ചോദിച്ചാൽ അല്ല സ്ഥലം ആരെപ്പോ ശിർക്കാന്ന് പറഞ്ഞു, അത് ഞങ്ങൾ അപ്പം തീരുമാനിച്ചോളാം. എന്നായിക്കോട്ടെ, എന്നാലും വേണ്ടി നമ്മൾ നടന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതിന് ഒപ്പിട്ടിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ കണ്ണൂർ ജില്ലയിൽ ഇതേപോലെ ഞങ്ങൾ പോയി മുഖാമുഖം നടത്തി.
അവിടെ വെല്ലുവിളിയിട്ട് വന്നായിരുന്നു. അന്ന് ഏറ്റെടുത്തതാ വ്യവസ്ഥയിൽ ഒരു കൊല്ലം തികഞ്ഞു. എംടിദായ്മ വൈക്കുവിനെ വന്നിട്ടില്ല. പല ഡേറ്റ് നിശ്ചയിച്ചു. അതൊക്കെ പിന്നെ പോയി. അവസാനം ലീഗ് കമ്മിറ്റിനെ ഇറക്കി. മുസ്ലിം ലീഗ് കമ്മിറ്റി ഇറക്കിയിട്ട് എല്ലാ പാർട്ടിക്കാരെയും യോഗം വിളിച്ചിട്ട് തീരുമാനമാക്കാൻ നോക്കി. കണ്ണൂർ ജില്ലയിൽ ഒറ്റ സംവാദം നടക്കാൻ പാടില്ല. മറ്റൊരു ഐഡിയയില്ല. അത് പറ്റൂല, അത് പൊളിഞ്ഞു. അപ്പൊ നമ്മളെ കുട്ടികളെ പിന്നാലെ കൂടി. അങ്ങനെ അവസാനപ്പോ ജനുവരി 10 ഡേറ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മൂപ്പര് മുങ്ങിയില്ലെങ്കിൽ ഇൻഷാല്ലാഹ് റബ്ബേ തൗഫീഖ് ഉണ്ടെങ്കിൽ ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ അത് നടക്കും. അപ്പൊ 8 മുഖാമുഖം ഒരു വാദപ്രതിവാദം ഇപ്പൊ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ നിന്നോളം നിലയിൽ അപ്പുറത്ത് ഇനിയും പോകാം. ആളുകൾ ദീന് പഠിക്കട്ടെ. നമുക്ക് ആ ലക്ഷ്യം മാറുന്നില്ല. ദീന് പഠിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഇത് സുന്നത്താൻ തെളിഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കണം. എന്തിനാ കുരു ഒഴിവാക്കണത്? ഇത് ബിദഅത്താണെങ്കിലോ എന്തിനാ ഇവിടെ പിന്നാലെ പോണത്? ഇത് നമ്മുടെ സുന്നി മുജാഹിദ് പ്രശ്നമേ അല്ല. ഇവിടെ നേരത്തെ വിശദീകരിച്ച പോലെ ഷിയാക്കൾ ആരംഭിച്ചതാണ്. അതിനു മുമ്പ് ജൂതന്മാർ തുടങ്ങി വെച്ചതാണ്. ജൂതന്മാർ തുടങ്ങി വെച്ചു, ഷിയാക്കൾ ഏറ്റെടുത്തു. പിന്നെ സൂഫികൾ അതിന്റെ ആളുകളായി മാറി. പിന്നെ രാജാക്കന്മാർ വന്നു, അവരതിന് പ്രചാരം നൽകി. അങ്ങനെയാണ് അത് ലോകത്ത് വ്യാപകമായി വന്നത്. അവിടെ ആ രീതി ഇസ്ലാമികമല്ല എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് പറയുകയാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് വളരെ നല്ല നിലയ്ക്ക് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ഇനിയും ഇത്തരം പേരുകൾ സംഘടിപ്പിക്കപ്പെടണം. അല്ലാത്ത ഒരുപാട് പ്രോഗ്രാമുകൾ ഈ പരിസര പ്രദേശത്തുണ്ട്. ഏതായിരുന്നാലും കാര്യങ്ങൾ വിശദമായി ഇവിടെ ചോദിക്കപ്പെട്ടു. ഒരുപാട് വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നു. ഇതൊക്കെ തുടർന്നും നിങ്ങൾ പഠിക്കാൻ സന്നദ്ധരാകണം എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല അവന്റെ ദീന് ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ട് ആ ദീന പ്രകാരം ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവന്റെ ദീനിനെ ശരിയാവണ്ണം മനസ്സിലാക്കി ആ ദീനപ്രകാരം ജീവിക്കുവാനും അത് ജീവിതത്തിൽ പാലിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പറഞ്ഞ വാക്കുകളിൽ അറിഞ്ഞോ അറിയാതെയോ വല്ല അബദ്ധങ്ങളും എവിടെയെങ്കിലും വന്നെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പദപ്രയോഗങ്ങൾ എവിടെയെങ്കിലും അധികമായി വന്നെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മൾ ആരും വലിയ എല്ലാം പഠിച്ച തേഞ്ഞ പണ്ഡിതന്മാരൊന്നുമല്ല. അവിടെ എവിടെയെങ്കിലും വല്ല അബദ്ധം വന്നെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയപരിമിതിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.